பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. இந்த மனமகிழ்ச்சியான இரவு நேரத்திற்காக ஆண்டவருக்கு நன்றி சொல்லுகிறேன். വളരെ സന്തോഷകരമായ ഈ രാത്രി സമയത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. இவ்விதமான ஒரு நல்ல தருணத்தை ஆண்டவர் எனக்கு தந்திருக்கிறதில் மிகவும் மகிழ்ச்சி. ഇപ്രകാരമുള്ള ഒരു നല്ല അവസരം കർത്താവ് എനിക്ക് നൽകി തന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. இந்த நாளிலும் ஆண்டவருடைய வசனத்தை சுமந்து கொண்டு இந்த மேடை வரையிலும் என்னை வரப்பண்ணின ஆண்டவருக்கு முதலாவது നന്ദി சொல்லுகிறேன். ഈ ദിവസത്തിലും കർത്താവിൻ്റെ വചനവുമായി ഈ സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന് ഞാൻ ഹൃദയംഗമായി നന്ദി പറയുന്നു. രണ്ടാമതായി என்னை இந்த ஊழியத்தை நிறைவேற்றுவதற்கு அழைத்த അരുമൈ ഊഴിയர்களுக்கு நான் നന്ദി சொல்ல கடமைப்பட்டிருக்கிறேன். എന്നെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസന്മാർക്ക് നന്ദി പറയുവാനുള്ള കടപ്പാട് എനിക്കുണ്ട്. തമ്പി ജയ്സിംഗ് ഡേവിഡ് അവர்கள் என்னை அறிமுகப்படுத்தி இருக்கிறார்கள். എൻ്റെ അനുജൻ ജയ്സിംഗ് ഡേവിഡ് അവர்கள் എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. என்னை அழைத்த அருமையான போதகருக்கும் அவருடைய குடும்பத்திற்கும் നന്ദി சொல்லுகிறேன். എന്നെ ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസനും തൻ്റെ കുടുംബത്തിനും നന്ദി ഞാൻ അറിയിക്കുന്നു. ഇവர்கள் யாரையும் எனக்கு தெரியாது. ഇവരെ ആരെയും എനിക്കറിയത്തില്ല. അழைத்தവരെയും എനിക്ക് താൻ தெரியும். എന്നെ ക്ഷണിച്ച ദൈവദാസനെയും എനിക്ക് ഇന്നാണ് ഞാൻ പരിചയപ്പെട്ടത്. ஆனால் இவர்கள் எல்லாரையும் ஆண்டவர் அறிந்திருக்கிறார். എന്നാൽ ഇവരെല്ലാവരെയും കർത്താവ് അറിഞ്ഞിരിക്കുന്നു. ആകയാൽ എங்களுக்கு പഴക്കപ്പെടുവதற்கு ഒരു തടയേ ഇല്ല. ആമേൻ. അതുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുന്നതിന് ഒരു തടസ്സമില്ല. അനേവർക്കും അൻപിൻ വാഴ്ത്തുക്കൾ. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. ആമേൻ. நீங்க எல்லாம் என்ன பார்க்கறது பார்த்தா வேற ஏதோ கிரகவாசியை பார்த்த மாதிரியே இருக்கு. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കുന്നത് കണ്ടാൽ വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ പോലെയാണ് നിങ്ങൾ എന്നെ നോക്കുന്നത്. അയ്യോ ഞാൻ പക്കത്തിൽ ഇരുന്ന ഒരു 1.25 മണി നേരത്തിൽ ഞാൻ വന്നിട്ടേ. ഞാൻ നിങ്ങളുടെ സമീപത്ത് നിന്ന് 1.25 മണിക്കൂർ നേരം യാത്ര ചെയ്താൽ വരുവാൻ തക്കതായ ദൂരത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതിനാൽ ദയവ് ചെയ്ത് എന്നെ ഒരു മാതിരി பார்க்கவே ചെയ്യാതെ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒരുമാതിരി നിങ്ങൾ നോക്കരുത്. ആണ്ടവർ உங்களுக்கு உதவி செய்வாராக. കർത്താവ് നിങ്ങളെ സഹായിക്കും. நல்ல பாடல்களை பாடி உதவி செய்த அன்பு சகோதரர்களுக்கு நான் நன்றி சொல்லுகிறேன். നല്ല പാട്ടുകൾ പാടി സഹായിച്ച ദൈവദാസന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു. என்னுடைய சத்தங்களை உங்களுக்கு மிக அழகாக ஒலிபெருக்கியில் കേൾക്കപ്പെടുகிற സഹോദരനുക്കും നന്ദി சொல்லுகிறேன். എൻ്റെ ഈ ശബ്ദത്തെ വളരെ മനോഹരമായി നിങ്ങളിൽ എത്തിക്കുന്ന ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് നന്ദി പറയുന്നു. இந்த நாளில் இந்த மைதானத்தில் கூடி வந்திருக்கிற எல்லா தேவ பிள்ளைகளுக்கும் இயேசுவின் நாமத்தில் பராக்கா சுவிசேஷ ஊழியங்களின் சார்பில் അൻപിൻ നൽവാഴ്ത്തുക്കളെ. ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവമക്കൾക്കും ബറാക്ക മിനിസ്ട്രിയുടെ പേരിൽ കർത്താവിൻ്റെ നാമത്താലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. இந்த நாளில் என்னுடைய தமிழை உங்களுக்கு புரிகிறபடி சொல்லுகிறேன் ചാൾസ് ബിന്നി അവർക്കായി കർത്തருக்கு നന്ദി. ഈ ദിവസത്തിൽ എൻ്റെ തമിഴിനെ നിങ്ങൾക്ക് പരിഭാഷപ്പെടുത്തി തരുന്ന പാസ്റ്റർ ചാൾസ് ബിന്നിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് പാസ്റ്റർ. അദ്ദേഹം എൻ്റെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ശുശ്രൂഷകനാണ്. ചില வருடம் என்னுடைய சிநேகிதன். വർഷങ്ങളായി എൻ്റെ സ്നേഹിതൻ. ആമേൻ. இந்த நாளில் நாங்கள் இணைந்து ஊழியம் செய்கிறதுல எனக்கு ரொம்ப சந்தோஷம். ഈ ദിവസത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. പൊതുവെ ഞാൻ കേരളാവിലെ യാരും മീറ്റിംഗ് കൂപ്പിട്ടാ ഞാൻ പോറതില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എന്നെ ക്ഷണിച്ചാൽ മാക്സിമം ഞാൻ പോകാറില്ല. കാരണം നിങ്ങൾ പേசுறது എനിക്ക് ശരിയാ പുരിയാതെ നാം പേசுறது உங்களுக்கு പുരിയാതെ. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കും ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കും വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. இந்த மாதிரி யாருடைய உதவி இருந்தாதே நானும் ரத்தம் சிந்தாம வீட்டுக்கு போய் சேர முடியும். ഇതുപോലെ ഒരു വ്യക്തിയുടെ പരസഹായം ഉണ്ടെങ്കിൽ മാത്രമേ രക്തം ചിന്താതെ എനിക്ക് വീട്ടിൽ ചെന്നെത്തുവാൻ കഴിയുകയുള്ളൂ. அதனால நான் பெரிய அளவுக்கு என்னை யாராச்சும் கூப்பிட்டா மேக்സിമം പോകാമ ഇരിക്കുന്നതിന് മുയற்சி பண்ணுவேன். അതുകൊണ്ട് എന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ മാക്സിമം ഞാൻ പോകാതെ ഇരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ஆமா பொதுவே. ஆனா ഇവർ கிடைச்சார் அதனால நான் வந்துட்டேன். അപ്പോൾ ഇദ്ദേഹത്തെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹം ക്ഷണിച്ചപ്പോൾ കടന്നു വന്നത്. இந்த கடைசி நாள் இரவு கூடுகையில் കർത്തരുடைய വാർത്തകളെ ഉങ്ങളോട് പേശുവതിൽ എനിക്ക് ரொம்ப സന്തോഷം. ഈ അവസാന രാത്രിയിൽ നിങ്ങളോട് കൂടെ കർത്താവിന്റെ വചനം സംസാരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. இந்த சத்தத்தை தூரங்களிலிருந்து கேட்கிற இந்த கிராமத்தின்
ആമേൻ. ദൈവ ജനங்களுக்காக மக்களுக்காக நான் ஆண்டவருக்கு நன்றி ഈ சொல்றேன். ശബ്ദത്തെ വളരെ വിദൂരത്തിൽ നിന്ന് ശ്രവിക്കുന്ന ഈ ദേശത്തിലെ എല്ലാ ദൈവമക്കൾക്കും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. சில நேரங்களில் இந்த சப்தங்கள் அவர்களுக்கு இடையூறாக கூட தோன்றலாம். ഒരുപക്ഷെ ഈ ശബ്ദം അവർക്കൊരു തടസ്സം പോലെ ഒരുപക്ഷെ തോന്നിയേക്കാം. ஆனால் நிச்சயமாய் இந்த கூட்டங்களை மிக நேசித்து இந்த 3 நாட்களும் அவங்களுக்கு உதவியா இருந்தாங்க. நம்முடைய தேசத்தையும் ஜனங்களையும் ஆண்டவர் ஆசீர்வதிப்பார். എങ്കിലും ഈ യോഗത്തെ സ്നേഹിച്ച് നിങ്ങൾ ഇതുവരെയും കാണിച്ച സഹകരണത്തിന് കർത്താവ് നിങ്ങളെയും ഈ ദേശത്തെയും അനുഗ്രഹിക്കും. துதி கன மகிமையாவும் ஆண்டவர் இயேசு ஒருவருக்கே உண்டாகட்டும். സ്തുതിയും ബഹുമാനവും മഹത്വവും കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രം. ஆமென். ആമേൻ. நான் ஒரு சபை போதகர். ഞാനൊരു സഭയിലെ ശുശ്രൂഷകനാണ്. ஒரு 26 வருஷமாய் ஒரு சபையில் போதகராக இருந்து வருகிறேன். 26 വർഷം കൊണ്ട് ഒരു സഭയിൽ ഞാനൊരു ശുശ്രൂഷകനായിരിക്കുന്നു. ട്രാൻസ്ഫർ ആകല അങ്കദാർ. ഇതുവരെ എനിക്ക് സ്ഥലമാറ്റം കിട്ടിയില്ല, ഞാൻ അവിടെ തന്നെയാണ്. ആമേൻ. തോത്രം കൃപയായി ചില ആയിരങ്ങൾ കൂടി വരുகிற ഒരു സഭയെ ആണ്ടവർ തന്നിരിക്കുന്നു. കൃപയാൽ ചില ആയിരങ്ങൾ വരുന്ന ഒരു സഭയാണ് എനിക്കുള്ളത്. ആമേൻ. കർത്തർ കൃപയാ നടത്തുறார். കർത്താവ് കൃപയാൽ ഞങ്ങളെ നടത്തുന്നു. നമ്മ ചിരിത്ത മുഖത്തോടെ தான் വചനം കേൾக்க போறோம். നാം എല്ലാവരും ചിരിച്ച മുഖത്തോടു കൂടെയാണ് ദൈവവചനം കേൾക്കുവാനായി പോകുന്നത്. ഞാൻ ചിലരെല്ലാം നമ്പവേ മാട്ടേ. ഞാൻ പ്രത്യേകിച്ച് ചിലരെ വിശ്വസിക്കാറില്ല. ஏன்னா கண்ணை மூடிட்டு சோத்திரம் சோத்திரம் சோத்திரம்னு சொல்லிட்டு இருக்கிறவனை நான் சுத்தமா நம்ப மாட்டேன். ഈ കണ്ണടച്ചുകൊണ്ട് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാറില്ല. മുഖത്തെ பார்த்து ചിരിக்கிறவங்களை எவ்வளவு நம்புவேன். മുഖത്തെ നോക്കി ചിരിക്കുന്നവരെ നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാം. மற்றவங்களை நம்புறது கொஞ்சம் கஷ்டம். മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് കുറച്ച് കഷ്ടകരമായ കാര്യമാണ്. அதனால இப்போ உங்களுக்கு புரிஞ்சிருக்கும். நீங்க അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ചിരിത്ത മുഖത്തോട് കർത്തരുടെ വാർത്തകളെ ഗവനിക്കുക. ചിരിച്ച മുഖത്തോടു കൂടെ കർത്താവിന്റെ വചനങ്ങളെ നാം ശ്രവിക്കാം. ആണ്ടവർ നമുക്ക് ഉദവി ചെയ്യട്ടെ. കർത്താവ് നമ്മെ സഹായിക്കും. இந்த சபையில் இப்ப போனப்ப 100 வருஷ பழக்கம் இருப்பதாக எனக்கு சொன்னாங்க. ഇവിടുത്തെ സഭയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ഈ സഭ 100 വർഷത്തോളം പഴക്കം ഉണ്ട് എന്നോട് അവർ പറയുവാനിടയായി. 100 வருஷங்களுக்கு முன்பு ஒரு பாட்டியம்மா இந்த ஊழியத்தை ஆரம்பிச்சதா சொன்னாங்க. 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാതാവ് ഈ ദേശത്തിൽ ഈ വേല ആരംഭിച്ചു എന്ന് അവരെന്നോട് പറഞ്ഞു. இன்னைக்கு இவ்வளவு பரிசுத்தவான்கள் மேடையில் இருப்பதற்கு காரணம், ഇന്ന് ഇത്രത്തോളം വിശുദ്ധന്മാർ ഈ സ്റ്റേജിലിരിക്കുന്നതിന്റെ കാരണം அந்த அம்மா அந்த ஓலை குடிசையில இருந்த வடிச்ச கண்ணீரா இருக்கலாம். ഒരുപക്ഷെ ചെറിയ ഓലക്കുടലിൽ വെച്ച് ആ മാതാവ് ഒഴുക്കിയ കണ്ണുനീരിന്റെ ഫലമായിരിക്കാം. இன்னைக்கெல்லாம் நம்ம நல்லா சாப்பிடுறோம் அல்ல, നമ്മൾ ഇന്ന് നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, நல்ல வஸ்திரங்கள் உடுக்கிறோம், നല്ല വസ്ത്രം കൃപയാൽ നാം ധരിക്കുന്നു, நல்ல വീടുകളിൽ நம்ம வாழ்கிறோம், നല്ല ഭവനങ്ങളിൽ നമ്മൾ വസിക്കുന്നു, நல்ல வாகனங்களில் பயணிக்கிறோம். നല്ല വാഹനങ്ങളിൽ നാം യാത്ര ചെയ്യുന്നു. இது ஒன்றுமே இல்லாத காலத்துல, ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തിൽ நமக்கு வேண்டி ஒரு தாய் வடித்த கண்ணீர், നമുക്ക് വേണ്ടി ഒരു അമ്മ ആമേൻ ഒഴുക്കിയതായ കണ്ണുനീർ இந்த இடம் வரைக்கும் இந்த ஊழியத்தை கொண்டு வந்து ഇത്രത്തോളം ഈ ശുശ്രൂഷകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. இந்த ஸ்தாபனத்தை தலைமையேற்று நடத்துகிற தலைவர்களுக்கு நான் சொல்லுகிற ஒரு வார்த்தை, ഈ സ്ഥാപനത്തിന്റെ നേതൃത്വ നിരയിലിരിക്കുന്ന ദൈവദാസന്മാർ ഞാൻ പറയുന്ന ഒരു കാര്യം, நமக்காக சிலுவை சுமந்த தெய்வத்திற்கும் നമുക്കായി ക്രൂശ് വഹിച്ച കർത്താവിനും அந்த தாயினுடைய கண்ணீருக்கும் எப்போது நாம் உண்மையாய் இருக்கணும். ആ മാതാവിന്റെ കണ്ണുനീരിനും ആമേൻ വിശ്വസ്തരായി നമ്മൾ ഇരിക്കണം. காரணம், அந்த கண்ணீர் எல்லாம் இந்த சபைகளுக்காக செலுத்தப்பட்ட நீதிகள் என்பதை மறந்துவிடக்கூடாது. കാരണം ആ കണ്ണുനീരുകളെല്ലാം ഈ സഭയ്ക്ക് വേണ്ടി ആമേൻ അവർ വിതച്ചതായ നീതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. இன்னைக்கு கிறிஸ்தவ சமுதாயம் நிறைய தப்பு பண்ற மாதிரி எனக்கு தெரியுது. ഇന്ന് ക്രിസ്തീയ സമൂഹം വളരെ തെറ്റുകൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ஏதோ ஒரு தவறான வழிக்கு போற மாதிரி சில நேரத்துல நாங்க ஃபீல் பண்றோம். ഏതോ ചില തെറ്റായ വഴികളിൽ യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. எனக்கு வயது குறைவுதான், ஆனாலும் என்னுடைய அந்த குறைந்த வயதில் ആത്മീകത്തിൽ ഞാൻ കണ്ട ചില മാറ്റങ്ങളെ പകർന്നു കൊള്ളുകയാണ്. എനിക്ക് വയസ്സ് കുറവാണ്, എങ്കിലും എൻ്റെ ഈ ചെറു വയസ്സിനകത്ത് ഞാൻ ആത്മീക കോളത്തിൽ കണ്ട ചില മാറ്റങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ ആണ്ടവർ 8 വയതിൽ അഭിഷേകിത്താർ. 8ാമത്തെ വയസ്സിലാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തത്. 9ാമത് വയതിൽ എൻ സഭയിൽ തീർക്കദരിസിയായി യജമാനനിൻ ഊഴിയത്തെ ചെയ്യാർ. 9ാമത്തെ വയസ്സിൽ എൻ്റെ സഭയിൽ ഒരു പ്രവാചകനായി കർത്താവിന്റെ വേലയിൽ ഞാൻ പ്രയോജനപ്പെടാൻ തുടങ്ങി. 26 വർഷങ്ങൾ സഭ ഊഴിയം ചെയ്തിരുന്നാലും, 26 വർഷങ്ങൾ ഞാൻ സഭാ ശുശ്രൂഷയിലാണെങ്കിലും അன்றைக்கு நான் கண்ட சபைகளின் அனுபவங்களை
எங்கள் தேசங்களில் இப்பொழுது பார்க்க முடியவில்லை. അന്ന് ഞാൻ കണ്ട സഭയുടെ അനുഭവങ്ങളെ ഒന്നും ഇന്ന് ദേശത്തിലെ ചില സഭകളിൽ കാണുവാൻ കഴിയുന്നില്ല. என்னுடைய தகப்பனார் சபைகளை நடத்தி வந்த நாட்களில் காலை 10 மணிக்கு ஆரம்பித்தால் மாலை 3 மணி வரை ஆகும் ആരാധന முடிவது. എൻ്റെ പിതാവ് സഭാ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ആരാധന അവസാനിക്കണമെങ്കിൽ വൈകുന്നേരം 3 മണിയാകാറുണ്ടായിരുന്നു. அன்றைக்கு பல மணி நேரங்கள் ஆராதித்தாலும் இவர்களுக்கு களைப்பு தெரியாது. അന്ന് പല മണിക്കൂറുകളോളം ദൈവജനം ആരാധിച്ചാലും അവർക്ക് ഒരു ക്ഷീണമോ മടിപ്പോ ഉണ്ടായിട്ടില്ല. നേരം പോறதும் தெரியாது. അവർക്ക് സമയം പോകുന്നത് പോലും അറിയത്തില്ല. அதுக்கு ഒരു കാരണം ആരുകിട്ടയും വാച്ച് கிடையாது. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് ആരുടെ കയ്യിലും വാച്ചില്ലായിരുന്നു. ஆனா இப்ப எல்லாருக்கும் கைக்கு ஒண்ணு காலுக்கு ஒண்ணு வாட்சாச்சு. എന്നാൽ കൈക്കും കാലിനും ഓരോ വാച്ച് എന്ന നിലവാരത്തിൽ ഇന്ന് വ്യക്തികളുടെ അനുഭവങ്ങളായിരിക്കുകയാണ്. இப்ப 2 மணி நேரத்துக்கு மேல ஆராதனை போனாலே பாஸ்டர் ஒரு மாதிரி முறைச்சு பார்க்கறோம். 2 മണിക്കൂറിൽ കൂടുതൽ ആരാധന മുൻപിലോട്ട് പോയാൽ പാസ്റ്ററിനെ വളരെയധികം തുറച്ചു നോക്കുന്ന അനുഭവമാണ് കാണാൻ കഴിയുന്നത്. സമീപത്തിൽ ഒരു സഭയിൽ എന്നെ മീറ്റിംഗ് കൂപ്പിട്ടിരുന്നാங்க. ഈ അടുത്ത സമയത്ത് എന്നെ ഒരു സഭയിൽ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരുന്നു. ഞായറാഴ്ചക്കിഴമ 2 ആരാധന. ഞായറാഴ്ച അവിടെ 2 ആരാധനയാണ്. അപ്പോൾ ഞാനും ശരി പോലാൻട്ട് പോയിട്ടേ. ഞാനും അവിടെ കടന്നു പോകാം എന്ന് ചിന്തിച്ച് ആ ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയി. എനിക്ക് തരത് 35 നിമിഷം. എനിക്ക് പ്രസംഗിക്കാൻ തന്നത് 35 മിനിറ്റാണ്. എനിക്ക് എന്നെ ചെയ്യുന്നതേ തരില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് തുടങ്ങുന്ന കുറഞ്ഞത് 3 മണി നേരമാത് വേണം. ഞാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ആവശ്യമാണ്. എനിക്ക് മരിപ്പதற்கு മുൻപ് 60 മണി നേരം പ്രസംഗം பண்ணணும்ங்கறதாக எனக்கு ആശ. ഞാൻ മരിക്കുന്നതിന് മുൻപ് 60 മണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തുടർമാനമായി ഇതുവരെ 13.25 മണി നേരം തുടർമാനമാണ് ഞാൻ പ്രസംഗം பண்ணியிருக்கேன். ഇത്രയും കാലത്തിനിടയിൽ 13 മണിക്കൂർ തുടർമാനമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ சொன்னாரு நீங்க எவ்வளவு நேரம் பிரசங்கிப்பீங்க. ഇപ്പോൾ ദൈവദാസൻ എന്നോട് ചോദിച്ചു നിങ്ങൾ എത്ര സമയം പ്രസംഗിക്കും? ഞാൻ சொன்ன எனக்கு മണിയെല്ലാം தெரியாது. 5 മണിക്കൂർ നമ്മ വണ്ടി ഓടും. ഞാൻ പറഞ്ഞു എനിക്ക് സമയമൊന്നും അങ്ങനെ അറിയത്തില്ല. 5 മണിക്കൂറാണെങ്കിൽ എൻ്റെ വണ്ടി ഓടും. ഉങ്ങളെ കൊണ്ട് ഇരുക്ക കഴിയുന്ന കാലയില വരെ പേസല. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ രാവിലെ വരെ പ്രസംഗിക്കും. ഉള്ള പരിശുദ്ധാവിയാനവർ ഉണ്ടെന്ന പോയിന്റുക്ക് ഒരു കുറവും വരാ. ആമേൻ. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പോയിന്റുകൾക്ക് ഒരു കുറവും വരികയില്ല. ഉള്ള ഇല്ലാത്തതിനാലെയാക്കും പോയിന്റ് കുറയത്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് പോയിന്റുകൾ കുറഞ്ഞു പോകുന്നത്. உங்களுக்கு മനസ്സുണ്ടെന്നാ ഒന്ന് ട്രൈ பண்ணி പാപ്പ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആണ്ടവൻ നമുക്ക് ഉദവി ചെയ്യും. കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. இன்றைக்கு அன்றைக்கு இருந்த ஆத்மீக அனுபவங்கள் குறைந்து வருகிறதோ என்று எங்கள் தேசத்தில் நான் உணர்கிறேன். ഇന്ന് അന്നത്തെ പഴയ കാലത്തെ ആത്മീക അനുഭവങ്ങൾ കുറഞ്ഞു പോയോ എന്ന് ഞങ്ങളുടെ ദേശത്തിലുള്ള സഭകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ அந்த பாஸ்டர்ட்ட கேட்டேன் 35 மினிட்ஸ் ன்னு சொன்னா அது சரிப்படாது பாஸ்டர், உங்க சபை எப்படி நிலைநிறுத்துறீங்கன்னு கேட்டேன். ഞാൻ ആ പാസ്റ്ററിനോട് പറഞ്ഞു പാസ്റ്ററെ 35 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രസംഗിക്കാൻ കഴിയുന്നത്? നിങ്ങൾ സഭയെ എങ്ങനെയാണ് നിലനിർത്തി മുൻപിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. ஞாயிற்றுக்கிழமை ஒரு நாள் தான் இப்ப மக்கள் நம்ம கைக்கு கிடைக்கிறாங்க. ഒരു ഞായറാഴ്ച മാത്രമാണ് എല്ലാ വിശ്വാസികളെയും ഏറെക്കുറെ ലഭ്യമാകുന്നത്. 168 മണി നേരം ഒരു വാരത്തിലെ ആമേൻ നമുക്ക് கிடைக்குது. 168 മണിക്കൂറുകൾ ഒരാഴ്ചയിൽ നമുക്ക് ലഭിക്കുന്നു. ചിലർക്കെല്ലാം 2 മണി നേരം தான் சபைக்குள்ள இருக்கிற 166 മണി നേരமும் உலகத்தோட இருக்கிற. ചിലർക്ക് 2 മണിക്കൂർ മാത്രമേ കഷ്ടിച്ച് സഭയ്ക്കകത്ത് ഇരിക്കാൻ കഴിയുന്നുള്ളൂ. 166 മണിക്കൂറുകൾ അവർ ലോകത്തിൽ സമയം ചെലവിടുന്നു. நிச்சயமா நம்முடைய ஜனங்களை நிலைநிறுத்த முடியாது என்பது நல்ல ஆவிக்குரியவர்களுக்கு தெரியும். തീർച്ചയായിട്ടും ഈ 2 മണിക്കൂർ കൊണ്ട് ആമേൻ നടക്കുന്ന ശുശ്രൂഷകൾ മുഖാന്തരം ദൈവമക്കളെ നിലനിർത്താൻ കഴിയത്തില്ല എന്ന് ആത്മീകർക്ക് നല്ല ദൈവദാസന്മാർക്ക് അറിയാം. இப்போ உண்மையா சொல்ல போனா நம்ம சபை மக்கள் எல்லாம் இயேசுவை விட பயங்கர பிஸியா. യാഥാർത്ഥ്യം പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെക്കാളും സഭയിലെ ജനത്തിന് ഭയങ്കര തിരക്കാണ്. ആമേൻ. புதன்கிழமை ராத்திரி கூட்டங்களுக்கு இப்ப சபைகளில் ஆட்கள் கிடையாது. രാത്രിയിലുള്ള ആരാധനകളിൽ ഇപ്പോൾ സഭകളിൽ ആൾക്കാരില്ല. ஞாயிற்றுக்கிழமை நிரம்பி வழியுது சபைகள். ഞായറാഴ്ചകൾ ഒരുപക്ഷെ സഭ നിറയാറുണ്ട്. ஆனா புதன்கிழமை பாஸ்டரும் நானும் என் வீட்டாருமோ வென்றால் கர்த்தரையே சேவிக்கிறோம். എന്നാൽ ആമേൻ ബുധനാഴ്ച എന്ന് വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുക എന്ന വചനം പോലെ പാസ്റ്ററും കുടുംബവും മാത്രമേ ഉള്ളൂ. പാസ്റ്റർ മன்னிக்கணும், ഞാൻ തമിഴ്നാട്ടിലെ നിലമയാക്കും ചൊല്ലുകയും കേരളത്തെ പറ്റി എനിക്ക് ഒരു ഐഡിയ കിടയാ. പാസ്റ്റർ ക്ഷമിക്കണം, ഞാൻ തമിഴ്നാട്ടിന്റെ നിലവാരത്തെയാണ് പറയുന്നത്. കേരളത്തെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ആന ചിലർ ചിരിക്കുന്നത് പാക്കുമ്പോ അന്ത
മഴ ഇങ്ങ അടിക്കുതോന്ന് ഒരു സന്ദേഹം. എന്നാൽ ചിലരുടെ ചിരി കാണുമ്പോൾ അവിടുത്തെ മഴ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാനും പെന്തക്കോസുകാരെ ആനതിനാലെയാക്കാൻ്റെ സന്ദേഹം. കാരണം ഞാനൊരു പെന്തക്കോസുകാരൻ ആയതുകൊണ്ടാണ് എനിക്ക് ആ സംശയം. ஆனா இதே நிலை தொடருமானால் இயேசு வரும் பொழுது சபை இருக்கும், ஆனால் சபைக்குள் தெய்வ பலன் இருக்காது. എന്നാൽ ഈ അവസ്ഥയാണ് മുൻപിലോട്ട് പോകുന്നതെങ്കിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ സഭ ഉണ്ടാകും, സഭയ്ക്കകത്തെ ആത്മാവിന്റെ ശക്തി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. உண்மையாகவே சொல்லுகிறேன், தமிழக எங்க பக்கத்துல நீங்க வரீங்கன்னா ஒரு சின்ன சபை என்று சொல்லுவேன்னா 500 பேர் 600 பேர் அந்த அளவுக்கு இருப்பாங்க. യാഥാർത്ഥ്യമായി പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ നിങ്ങൾ കടന്നു വന്നാൽ ഒരു ചെറിയ സഭയായാലും 500-600ഓളം വ്യക്തികൾ ഉണ്ടാകും. ஒரு சின்ன சபைன்னா 2000, என் கணக்குல 2000 பேர் இருந்தா ஒரு சின்ன சபைன்னு சொல்லலாம். ആമേൻ. തമിഴ്നാട്ടിൽ 2000 പേരിരിക്കുന്ന സഭയെ ഒരു ചെറിയ സഭയെന്നാണ് സർവ്വസാധാരണ പറയാറുള്ളത്. ஆனா அந்த சபையை நீங்க எடுங்க, அந்த காலத்துல 30 பேர் இருந்த சபையில் இருந்த ஸ்பிரிச்சுவல் ஆவிக்குரிய அனுபவம் இன்னைக்கு கிடையாது. എന്നാൽ ആമേൻ, ആ സഭകളെ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാലത്ത് 30 വിശ്വാസികൾ ഉണ്ടായിരുന്ന ആത്മീക തീഷ്ണതയും ആത്മീക ആരാധന അനുഭവങ്ങളും 2000 പേർ കടന്നു വന്ന് കൂടി വരുമ്പോൾ അവരുടെ ഇടയിൽ അത് കാണുവാൻ കഴിയുന്നില്ല. ஆகவே இந்த கடைசி நாட்களில் நாம் அதிக கவனங்கள் செலுத்த வேண்டிய ஒரு அவசியம் இருக்கிறது. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നമ്മൾ അധികം ശ്രദ്ധ ചെലുത്തേണ്ടത്, ആത്മീകത്തിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. അനേകരുടെ ഗവനങ്ങൾ മുഴുവതും ഉലകത്തെ സാർന്നേ മാറിവിട്ടன. അനേകരുടെ ശ്രദ്ധ മുഴുവനും ലോകത്തിലേക്ക് തിരിഞ്ഞുപോയി. ഉലകത്തിൻ തേവകളെ എപ്പടി പൂർത്തി ചെയ്വത് എന്നതിൽ അനേകർ ഗവനം ചെലുത്തുന്നു. ലോകത്തിന്റെ ആവശ്യങ്ങളെ എപ്രകാരം നിറവേറ്റാം എന്നുള്ള ശ്രദ്ധയാണ്, എന്നുള്ള ചിന്തയാണ് അനേകരുടെ ഉള്ളിലുള്ളത്. ആണ്ടവർക്ക് നേരം செலுத்துகின்ற പകുതികളിൽ മികവും പിന്തങ്ങി പോയിട്ടോ എൻ സഭകൾ എന്ന് യോസിക്ക തോന്നുகிறது. ദൈവസന്നിധിയിൽ ചിലവിടുന്ന സമയത്തിൽ നിന്ന് വളരെ പിന്മാറിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനുഭവങ്ങൾ ആമേൻ, வருடங்களின் அனுபவங்கள் இருந்தாலும் கர்த்தர் விரும்புகிற மாற்றங்கள் இல்லாததையே இந்த நாட்களில் சபைகளில் காண முடிகிறது. വർഷങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഇന്ന് സഭകളിൽ കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സഭകളിൽ ആവശ്യമായിരിക്കുന്നത്. உங்கள் சபை மறுபடியும் உங்கள் சபை വളരட்டும் என்று நான் உங்களை மனதார வாழ்த்துகிறேன். നിങ്ങളുടെ സഭ വളർന്നു വലുതാകട്ടെ എന്നും ആത്മീകത്തിൽ വളരട്ടെ എന്നും ഞാൻ ഹൃദയംഗമായി ആശംസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. அன்றைக்கு பிதாக்களின் காலங்களில் இருந்த அந்த அறுவடை நம்ம மறுபடியும் நம்ம பார்க்கணும். അന്ന് പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന കൊയ്ത്തിന്റെ അനുഭവത്തെ ഈ കാലത്ത് നമ്മുടെ കണ്ണുകൾ കാണണം. ആമേൻ, ആമേൻ. സ്ഥാപനത്തിൻ പെയറുകൾ മാറിക്കൊള്ളலாம், ஆனால் രക്തം ചിന്തനവർ ഒരുവർ தான். സ്ഥാപനത്തിന്റെ പേരുകൾ വിധവിധമായി ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തിയത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആണ്ടവർ നമ്മുടെ സഭകളെ വളര പണ്ണുമ്പടി മികവും അവർ വിരുമ്പുகிறார். കർത്താവ് നമ്മുടെ സഭകൾ വളരുന്നതിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നു. கர்த்தருடைய நாமத்தில் உங்கள் ஸ்தாபனத்தையும் ஸ்தாபன தலைவர்களையும் தேவ ஜனங்களையும் நான் மனதார வாழ்த்துகிறேன். உங்கள் சபைகள் വളരുവதாக. കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തെയും സ്ഥാപനത്തിലെ നേതൃത്വത്തെയും അതിനകത്തെ സകല ദൈവമക്കളെ ഞാൻ ഹൃദയംഗമായി ആമേൻ വാഴ്ത്തുന്നു. കർത്താവ് നിറവായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. கடந்த 2 நாட்கள் கர்த்தருடைய வசனத்தை தியானம் செய்த தேவ ஊழியர்களை நினைக்கிறேன், அவர்களை மதிக்கிறேன். കഴിഞ്ഞ 2 ദിവസങ്ങൾ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ ഞാൻ ഓർക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. ஆண்டவர் அவர்களையும் ஆசீர்வதிப்பார். കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. நாம் ஆமீன் தேவனுடைய வார்த்தைகளை சற்று நினைவுபடுத்தி கடந்து செல்ல போகிறோம். ഞാൻ കർത്താവിന്റെ ചില വചനങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. நாம் பொதுவா கேரளாவுக்கு வராததற்கு காரணமே அவங்க நியூ தாட்ஸ் தான் ரொம்ப விரும்புவாங்க. ഞാൻ പൊതുവെ കേരളത്തിൽ വരാൻ താല്പര്യപ്പെടാത്തതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവരെല്ലാവരും പുതിയ തോട്ട്സുകളാണ് അന്വേഷിക്കുന്നത്. അവർ ചൊല്ലാത്ത താട്ട്സ് ഇവർ ചൊല്ലണം. ഇന്നലെ പ്രസംഗിച്ച മനുഷ്യൻ പറയാത്ത പുതിയ തോട്ട്സുകൾ ഇന്നത്തെ പ്രസംഗകൻ പറയണം. ഇതുവരെ നമ്മൾ കേൾക്കാത്ത താട്ട്സ് വരണം. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ആശയങ്ങൾ കടന്നു വരണം. എനിക്ക് താട്ട്സേ ഇരിക്കാതെ ഒരേ ഒരു താട്ട്സ്, യേശു ജീവിക്കും. എനിക്ക് വേറെ ഒരു ആശയങ്ങളുമില്ല, എനിക്ക് ഒരൊറ്റ തോട്ട്സ് മാത്രമേ ഉള്ളൂ, എന്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ, ആമേൻ. அதனால நீங்க ரொம்ப தாட்ஸ் எதிர்பார்க்கறீங்கன்னா நீங்க எழும்பி வீட்டுக்கு போறதுதான் நல்லது. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം തോട്ട്സുകളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. இங்க
இங்க தாட்ஸ் கொஞ்சம் குறைவாதான். ഇവിടെ കുറച്ച് തോട്ട്സ് വളരെ കുറവാണ്. நான் சொல்றது உங்களுக்கு புரியும்னு நினைக்கிறேன். ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ஆனா கொஞ்ச நேரம் போகும்போது உங்களுக்குள்ள இருந்து தாட்ஸ் வரும். എന്നാൽ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുതിയ ആശയങ്ങൾ, തോട്ട്സുകൾ വരും. ராத்திரி கூட்டத்துக்கு போய் எவ்வளவு நாளாச்சுன்னு உங்களுக்குள்ள ஒரு தாட்ஸ் வரும். രാത്രിയുള്ള യോഗങ്ങൾക്ക് പോയിട്ട് എത്ര കാലമായെന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കടന്നു വരും. நான் தாட்ஸ் சொல்ல மாட்டேன், அங்க இருந்து தாட்ஸ் வருமான்னு ஒன்னு பாப்போம். പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ തോട്ട്സ് ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളിൽ നിന്ന് ആമേൻ ചിലത് ദൈവസന്നിധിയിൽ നിന്ന് വരുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഹല്ലേലൂയ சொல்லுங்க. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ஆனா நாங்க ரெண்டு பேரும் பேசுறது உங்களுக்கு நல்லா புரியுதுன்னு எனக்கு இப்ப മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. சற்று நேர தியானத்திற்காக எடுத்துக்கொண்ட வேத பகுதி, അല്പനേര ചിന്തയ്ക്കായി നാം എടുത്ത വേദഭാഗം யோவான் எழுதிய முதலாவது நிருபம் 1 யோவான் 1 യോഹന്നാൻ அதனுடைய 2ஆம் அதிகாரத்திலே 2ാമത്തെ അധ്യായം 18ஆம் வசனத்திலிருந்து சில நிமிடங்கள் கர்த்தருடைய வார்த்தைகளை நாம் கவனிக்க போகிறோம். 1 യോഹന്നാൻ 2ാം അധ്യായം 18ാം വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. மறுபடியும் சொல்லுகிறேன், இன்றைக்கு இரவிலே நாம் இருந்து கொண்டிருக்கின்ற ஒரு காலத்தை குறித்து நாம் சிந்திக்க போகிறோம். ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നമ്മൾ ഇന്ന് ഏത് കാലത്തിലാണ് ആയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. இன்றைக்கு அதிகமான ஜனங்களுடைய கவனங்கள் மேலோட்டமாகவே இருந்து வருகிறது. ഇന്ന് അനേക ജനങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് മേൽനോട്ടമാണ്. ആമേൻ. ആഴமான ഒരു ദൈവിക അനുഭവങ്ങൾക്ക് നേരായി பயணிப்பதற்கு അനേകരുടെ മനം ഒത്തുപോകവിல்லை. നമ്മുടെ കണ്ണുകൾ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക്, ദൈവീകത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാനായി പരിശ്രമിക്കാതെ മേൽപ്പരപ്പിൽ നോക്കി നിൽക്കുന്ന അനുഭവത്തിലാണ്. ദൈവ മനുഷ്യനാக இருக்கிற யோவான் தன்னுடைய நிருபத்தில் அவர் எழுதும் பொழுது, பிள்ளைகளே இது கடைசி காலமாக இருக்கிறது என்றவர் மிக தெளிவாக சொல்கிறார். ദൈവ മനുഷ്യനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ താൻ തന്റെ ജനത്തോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യ നാഴിക ആകുന്നു. இந்த யோவான் நிருபத்தை நாம் கவனிக்கும் பொழுது ஒரு நல்ல தகப்பனாக தன் பிள்ளைகளோடு அவர் பேசுகிறார். യോഹന്നാന്റെ ലേഖനത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ താൻ ഒരു നല്ല പിതാവായി തന്റെ ജനത്തോട് സംസാരിക്കുന്നു. ഒരു തകപ്പൻ, ഒരു നല്ല ആവിക്കുரிய തകപ്പൻ അവർ. ഒരു നല്ല ആത്മീക പിതാവായി അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാലதான் சொல்லுகிறார், என் பிள்ளைகளே. അതുകൊണ്ടാണ് അദ്ദേഹം വിളിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ. നാം ഇരുപ്പത് കടൈസി കാലം എന്നവർ சொல்லுகிறார். ആയിരിക്കുന്നത് ഒരു അന്ത്യ നാഴികയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്നേക്ക് ഇരവിലെ അതേ വാർത്തയെത്താണ് ആവിയാനവർ சொல்லுகிறார். ഇന്ന് രാത്രിയിലും അതേ വചനം തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ദൈവജനങ്ങളെ, ദൈവമക്കളെ, ആമേൻ. നാം ഇരുപ്പത് കടൈസി കാലമായി இருக்கிறபடியினால் உங்களுக்கு நான் இதை பிரசங்கிக்கிறேன். നാം ആയിരിക്കുന്നത് ഒരു അന്ത്യ നാഴിക ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇത് നിങ്ങളോട് പ്രസംഗിക്കുന്നു. പ്രസംഗിயின் പുസ്തകത്തിലെ നാം പഠിക്കും പൊഴുത്, സഭാ പ്രസംഗിയിൽ നമ്മൾ നോക്കുമ്പോൾ 3ആം അധികാരം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ, 3ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, എല്ലാവറ്റുക്കും ഒരു കാലം ഉണ്ട് എന്നവർ പേശുகிறார். എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. വിതയ്പ്പதற்கு ഒരു കാലം இருக்கிறது, വിതയ്ക്കുവാൻ ഒരു കാലം, அதை அறுவடை செய்ய ஒரு காலம் இருக்கிறது, അതിനെ കൊയ്തെടുക്കുവാൻ ഒരു കാലം, கட்டுவதற்கு ஒரு காலம் இருக்கிறது, പണിയുവാൻ ഒരു കാലം, அதை இடிப்பதற்கு ஒரு காலம் இருக்கிறது, അതിനെ ഇടിച്ചു കളയുവാൻ ഒരു കാലം. അതേ ചിന്തനയിൽ ദേവ മനിതൻ சொல்லுகிறான், അതേ ചിന്തയോടുകൂടെ ദൈവത്തിന്റെ മനുഷ്യൻ പറയുന്നു, நீங்களும் நானும் இருக்கிறது ഇത് ഒരു കടൈസി കാലം എന്നവർ சொல்லுகிறார். ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഇതൊരു അന്ത്യ നാഴികയിൽ, അന്ത്യകാലത്തിൽ ആണ്. വേദത്തിലെ വാസിക്കും പൊഴുത്, വേദപുസ്തക വചനം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവറ്റുക്കും ഒരു മുടിവുണ്ട്, എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. ബൈബിൾ അതാണ് നമുക്ക് ചൊല്ലുന്നത്. ബൈബിൾ അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ദർശനത്തിക്ക് ഒരു മുടിവുണ്ട്, ദർശനത്തിന് ഒരു അവസാനമുണ്ട്. അழைப்புக்கு ഒരു മുടിവുണ്ട്, വിളിക്ക് ഒരു അവസാനമുണ്ട്. செயல்பாடுகளுக்கு ഒരു മുടിവ്, പ്രവൃത്തികൾക്ക് ഒരു അവസാനമുണ്ട്. വിരുപ്പത്തിற்கும் ഒരു മുടിവ്, ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനമുണ്ട്. தேவைகளுக்கும் ஒரு முடிவு இருக்கு, ആവശ്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. അതുപോലെ இந்த காலத்திற்கு ஒரு
முடிவு இருக்கு. അതുപോലെ നാം വസിക്കുന്ന ഈ കാലത്തിനും ഒരു അവസാനമുണ്ട്. இந்த உலகம் சென்று கொண்டிருக்கின்ற வேகத்தை பார்க்கும் பொழுது இனி அதிக நாட்கள் முடிவுக்கு இல்லை என்று நமக்கு சொல்ல தோன்றுகிறது. ഈ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്ന വേഗതയെ നോക്കുമ്പോൾ ഇനി അധിക കാലം അവസാനത്തിലേക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ആമേൻ. ഉലകത്തെ പാർത്തും ചൊല്ലുവേൻ ഇനി കാലം செல்லாது. ലോകത്തെ നോക്കിയും പറയുവാൻ കഴിയും ഇനി അധിക കാലമില്ല. സഭയെ പാർത്ത് ചൊല്ലുവേൻ ആമേൻ ഇനി കാലം செல்லாது. സഭയെ നോക്കി പറയുവാൻ കഴിയും ഇനി അധിക കാലമില്ല. ഒவ்வொரு വിശ്വാസികളെ പാർത്ത് ചൊല്ലുവേൻ ഇനി കാലം செல்லாது. ഓരോ വിശ്വാസികളെ നോക്കിക്കൊണ്ട് പറയട്ടെ ഇനി അധികം കാലമില്ല. ദേവ ഊഴിയർകളെ പാർത്തും ചൊല്ലുവേൻ ഇനി കാലം செல்லாது. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ നോക്കി പറയട്ടെ ഇനി അധിക കാലം ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം வேதாகமத்தின் அடிப்படையில் நாம் சிந்திப்பதை விட இன்றைக்கு சமுதாயத்தில் நடந்து கொண்டிருக்கின்ற காரியங்களை பார்க்கும் பொழுது நம்மால் வெகுவாய் புரிந்து கொள்ள முடியும். കാരണം വേദപുസ്തകത്തിൻ പ്രകാരം നടക്കുന്ന കാര്യങ്ങളെക്കാൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന നടക്കുന്നതിനേക്കാൾ ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ വച്ച് നമുക്ക് പറയുവാൻ കഴിയും ഇനി അധിക കാലം ഇല്ല. ஆண்டவர் இயேசு இந்த ராத்திரி பொழுதில் நமக்கு கற்றுக் கொடுக்கிற பாடம் என்ன? കർത്താവായ യേശു ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ஆமென். ஸ்தோத்திரம். நாம் இருக்கிற ஒரு சூழலை மிக தெளிவாக புரியும்படி உங்களுக்கு சொல்ல விரும்புகிறேன். നാം ഇരിക്കുന്ന സാഹചര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു. ஹல்லேலூயா. ഹല്ലേലൂയ. இப்போ ஒரு 3 மணி நேரம் தேர்வு எழுதுவதற்காக நாம் தேர்வு நடக்கிற இடத்தில் அமர்கிறோம் என்று வைத்து விடுங்கள். ഒരു 3 മണിക്കൂർ സമയം പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പരീക്ഷാ ഹാളിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുക. மதியம் 2 மணிக்கு தேர்வு ஆரம்பிக்கிறது. ഉച്ചയ്ക്ക് 2 മണിക്ക് പരീക്ഷ ആരംഭിക്കുന്നു. ஆரம்ப நேரத்தில் நம்முடைய எழுத்துக்கள் மிக நேர்த்தியாய் இருக்கும். ആ പരീക്ഷയുടെ ആരംഭ സമയത്ത് നമ്മൾ എഴുതുന്ന എഴുത്തുകളൊക്കെ വളരെ മനോഹരമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് നമ്മൾ എഴുതും. ஆமென். பரீட்சை எழுதினவர்களுக்கு நன்றாக தெரியும். പരീക്ഷ എഴുതിയ എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം. இப்போ சாயந்தரம் 3:30 மணி ஆயிருச்சு. ഇപ്പോൾ വൈകുന്നേരം 3:30 മണിയാകുന്നു എന്ന് കരുതുക. 4 மணிக்கு எக்ஸாம் முடியும். 4 മണിക്ക് എക്സാം അവസാനിക്കുന്നു. சூப்பர்வைசர் வந்து பிள்ளைய பார்க்கிறார். സൂപ്പർവൈസർ വന്ന് വിദ്യാർത്ഥിയെ നോക്കുകയാണ്. நீ என்ன படமா வரைஞ்சிட்டு இருக்க? നീ എന്താ പടമാണോ വരച്ചുകൊണ്ടിരിക്കുന്നത്? அரை மணி நேரம் தான் இருக்கு, சீக்கிரம் எழுதுங்க. ഇനി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ, വേഗത്തിൽ എഴുതെന്ന് പറയും. நன்றாய் கவனிங்க. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. இப்போ இந்த பிள்ளை எழுத ஆரம்பிக்குது. ഇപ്പോൾ ഈ കുഞ്ഞ് വേഗത്തിൽ എഴുതാൻ തുടങ്ങുന്നു. இந்த லாஸ்ட் பேஜையும் ஃபர்ஸ்ட் பேஜையும் ஒன்னு கம்பேர் பண்ணி பாருங்க. ഈ പരീക്ഷ എഴുതിയ ആദ്യ പേപ്പറിനെയും അവസാന പേപ്പറിനെയും നിങ്ങളൊന്ന് തുലനം ചെയ്ത് നോക്കുക. ஆரம்ப பேஜ்ல எழுத்து நல்லா இருந்துச்சு, அண்டர்லைன் எல்லாம் பண்ணி இருந்துச்சு. ആരംഭ ആ പേജിലാണെങ്കിൽ എഴുത്ത് വളരെ മനോഹരമായിരുന്നു. അത് അടിവര ഇടേണ്ട ഭാഗത്തെല്ലാം കൃത്യമായിട്ട് ഇട്ടിരുന്നു. ஆனா கடைசியில பார்த்தா ஒவ்வொரு எழுத்து இந்தியா மேப் மாதிரி இருக்கு. എന്നാൽ അവസാനത്തെ പേജിലേക്ക് വരുമ്പോൾ ഓരോ അക്ഷരങ്ങളും ഇന്ത്യയുടെ പടം പോലെ ഇരിക്കുകയാണ്. இங்க ஆரம்பிச்சு அங்க முடிக்கிறான். ഇവിടെ ആരംഭിച്ച് അവിടെയാണ് തീരുന്നത്. அதுக்கு காரணம் என்ன? അതിന്റെ കാരണം എന്ത്? பையனுக்கு ஒரு உண்மை தெரிஞ்சிருச்சு. ആമേൻ, വിദ്യാർത്ഥിക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. இனி நேரம் அதிகமாக இல்லை. ഇനി അധികം സമയം മുൻപിലില്ല. இதுவரைக்கும் அவன் நினைத்தான் இனி நேரம் நமக்கு இருக்கிறது. ഇതുവരെ അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് സമയം 2 മണിക്കൂർ സമയം അല്ലെങ്കിൽ 3 മണിക്കൂർ സമയമുണ്ട്. செய்த ஒவ்வொரு காரியங்களையும் மிக அழகாய் நேர்த்தியாய் திட்டமிட்டு செய்தார்கள். അവൻ ചെയ്തുകൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം വളരെ പദ്ധതിയോടെ അവൻ നല്ല ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടുവന്നു. இவன் இப்பொழுது ஒரு உண்மை அவனுக்கு தெரிகிறது. എന്നാൽ ഇപ്പോഴൊരു യാഥാർത്ഥ്യം അവന് മനസ്സിലായി. செய்ய வேண்டியது அதிகம், ഞാൻ ചെയ്തു തീർക്കേണ്ടത് വളരെ കൂടുതലാണ്. ஆனால் நேரம் மிக குறைவு. എന്നാൽ എനിക്കിരിക്കുന്ന സമയം വളരെ കുറവാണ്. நன்றாய் புரிந்து கொள்ளணும். നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കുക. இந்திய தேசத்தில் சபை 2000 வருஷமாய் செயல்பட்டு கொண்டிருக்கிறது. ഭാരതദേശത്തിൽ 2000 വർഷമായി ദൈവസഭ ആരംഭിച്ച പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. இதுவரையிலும் செய்யப்பட்ட சில காரியங்கள் அழுத்தம் திருத்தமாய் செய்யப்பட்டன. ഇതുവരെ ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ വളരെ മനോഹരമായി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ஆனால் இன்றைக்கு ராத்திரியில் ஆண்டவர் மிக தெளிவாய் சொல்லுகிறார், இனி அதிக நேரங்கள் சபைக்கு இல்லை. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി നിങ്ങളോട് പറയുന്നു, ഇനി അധികം സമയം ദൈവസഭയുടെ മുൻപിൽ ഇല്ല. இதுவரையிலும் நம்முடைய கவனங்கள் பல திசைகளில் இருந்தது. ഇതുവരെ നമ്മുടെ ശ്രദ്ധകൾ പല ദിശകളിലേക്കും കടന്നുപോയി. உலகத்தையும் கவனித்தோம், ஆத்மீகத்தையும் கவனித்தோம். ലോകത്തെ നമ്മൾ ശ്രദ്ധിച്ചു, ആത്മീക
ഭാഗത്തെയും നമ്മൾ ശ്രദ്ധിച്ചു. ஆமென். ஆனால் ஆண்டவர் சொல்லுகிறார், இனி அதிக நேரங்களும் காலங்களும் സഭകൾക്ക് இல்லை. എന്നാൽ കർത്താവ് പറയുന്നു, ഇനി അധിക കാലവും അധിക സമയവും സഭകളുടെ മുൻപിലില്ല. அப்ப நீங்க சொல்லலாம், பாஸ்டர் சபைகளுக்கு எதிர்ப்பாளர்கள் ஆட்சி அமைப்பதினாலா என்று நீங்கள் கேட்கலாம். ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, പാസ്റ്റർ സഭകൾ പ്രതീക്ഷിക്കുന്ന, സഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന ഭരണകർത്താക്കൾ ദേശത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് നിങ്ങൾ ചോദിക്കാം. மறுபடியும் சொல்லுகிறேன், ഞാൻ വീണ്ടും പറയുന്നു, கடைசி காலம் என்று சொல்லுகிறீர்களே, അവസാന നാഴിക എന്ന് പറയുന്നല്ലോ. சபையை எதிர்க்கிறவர்கள் தலைமைத்துவத்தில் இருக்கிறதினாலா, സഭയെ എതിർക്കുന്നവർ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണോ? சபைகளுக்கு விரோதமாய் எழும்புகிறவர்கள் அதிகமானதினாலா, സഭകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സുവിശേഷ വിരോധികൾ അധികമായതുകൊണ്ടാണോ? അതല്ല കാരണം. இன்றைக்கு மட்டுமா எதிர்ப்பாளர்கள் ஆட்சியில் அமர்ந்தார்கள்? ഇന്ന് മാത്രമാണോ ഭരണകർത്താക്കൾ, എതിർപ്പായിട്ടുള്ള ഭരണകർത്താക്കൾ ഭരണപീഠത്തിൽ ഇരുന്നത്? இன்றைக்கு மட்டுமா சுவிசேஷ விரோதிகளை சபை சந்தித்தது? ഇന്ന് മാത്രമാണോ സുവിശേഷ വിരോധികളെ സഭ കാണുന്നത്? இன்னைக்கு ராத்திரி தெளிவா சொல்றேன். ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം. ஆமென். ആരംഭിച്ചവർക്ക് തൻ സഭയെ പാതുകാക്ക നന്നായി தெரியும். ഈ സഭയെ ആരംഭിച്ച നമ്മുടെ കർത്താവിന് ഈ സഭയെ സംരക്ഷിക്കാൻ നന്നായിട്ട് അറിയാം. അനുകൂലமான ஆட்சி வந்தாலும் சரி, எதிர்ப்பான ஆட்சி வந்தாலும் சரி, ஆமென், அழைத்த தெய்வத்திற்கு நடத்த நன்றாய் தெரியும். അനുകൂലമായ ഭരണമോ എതിർപ്പായി നിൽക്കുന്ന ഭരണമോ വന്നാലും ആമേൻ, നമ്മെ വിളിച്ച ദൈവം നന്നായി നടത്തിക്കൊണ്ട് ചെല്ലുവാൻ നമ്മുടെ കർത്താവിന് അറിയാം. എനിക്ക് 2 പെൺപിള്ളകൾ இருக்கிறார். എനിക്ക് 2 പെൺമക്കളാണുള്ളത്. മൂത്തവங்க காலேஜ் செகண்ட் இயர் படிக்கறாங்க, சின்னவங்க 12th படிக்கறாங்க. മൂത്തവൾ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു, രണ്ടാമത്തെ മകൾ +2 പഠിക്കുന്നു. என்னுடைய பிள்ளையை பராமரிப்பதற்கு எனக்கு கரிசனை இருக்குமானால் அண்ட சராசரத்தை படைத்த தெய்வத்திற்கு, പടച്ച ദൈവത്തിക്ക് പരാമരിക്ക കരിസന ഇരിക്കും. എനിക്ക് ജനിച്ച മക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെങ്കിൽ ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചിരിക്കുന്നതായ ആമേൻ നമ്മുടെ കർത്താവിന് തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. தலைவர்கள் மாறுகிறதினாலயோ எதிர்ப்பாளர்கள் அதிகமானதினாலோ அல்ல இந்த கடைசி காலம் என்று சொல்லுவது. നേതാക്കന്മാർ മാറുന്നത് കൊണ്ടോ എതിർ ശക്തികൾ അധികമായി എഴുന്നേൽക്കുന്നത് കൊണ്ടോ അല്ല ഇത് അന്ത്യ സമയം എന്ന് പറയുന്നത്. പരിശുദ്ധ വേദാഗമം ஏன் இதை கடைசி காலம் என்று சொல்லுகிறது? വിശുദ്ധ വേദപുസ്തകം എന്തുകൊണ്ടാണ് ഇതിനെ അന്ത്യനാഴിക എന്ന് പറയുന്നത്? കാരണം നമുക്ക് അധിക നേരം ഇല്ലാത്തതിനാൽ തുരിതമായി പയണിക്ക വേണ്ടി. അതുകൊണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്കും ഇന്ന് രാത്രിയിൽ അധിക സമയം ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ ഓടേണ്ടിയിരിക്കുന്നു. അതേ 2-ാം അധികാരം 18-ാം വചനത്തെ കൊണ്ട് ഗവനിയുங்கள். 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. വേദം ചൊല്ലുகிறது ഇത് കடைசி കാലമായി இருக்கிறது. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. നീ അനേക അന്തിക്രിസ്തു വരുகிறான் என்று நீங்கள் கேள்விப்பட்டபடி, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആമേൻ, ആമേൻ. இப்பொழுதோ അനേക അന്തിക്രിസ്തുക്കൾ இருக்கிறார்கள், அதனாலே ഇത് കடைசி കാലം എന്ന് അറിகிறோம். ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. നന്നായി ഗവനിക്കുക, വളരെ നന്നായി ശ്രദ്ധിക്കുക. നാം എതിർപ്പാർக்கிற ഒരു ക്രിസ്തു இருக்கிறார். നാം പ്രതീക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. அதுதான் கல்வாரி சிலுவையில் நமக்காக இரத்தம் சிந்தி மரித்து உயிர்த்தெழுந்த இயேசு கிறிஸ்து. അതാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന കർത്താവ്. ஆனால் இன்னொரு கிறிஸ்து வர இருக்கிறார். എന്നാൽ ഇനി മറ്റൊരു ക്രിസ്തു വരുവാനുണ്ട്. அந்த கிறிஸ்துவுக்கு அந்தி கிறிஸ்து என்ற அர்த்தம். ആ ക്രിസ്തുവിനെ നമ്മൾ അന്തിക്രിസ്തു എന്ന് പറയുന്നു. നല്ല ഗവനിங்க, നന്നായി ശ്രദ്ധിക്കുക. ഒന്ന് യേശു ക്രിസ്തു, ഒന്ന് യേശു ക്രിസ്തു, அல்லது உண்மையான கிறிஸ்து, എന്നാൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ക്രിസ്തു. இன்னொன்னு அந்தி கிறிஸ்து, ഇനി മറ്റൊന്ന് അന്തിക്രിസ്തു, அல்லது பொய்யான கிறிஸ்து, അല്ലെങ്കിൽ എതിർ ക്രിസ്തു, കള്ളക്രിസ്തു. இவங்க 2 பேரும் இன்னும் வரல. ഇവർ രണ്ടുപേരും ഇതുവരെ വന്നില്ല. அப்படின்னா എന്തുകൊണ്ടെന്നാൽ യേശു വന്നാ നമ്മ ഇങ്ങ കൺവെൻഷൻ നടത്ത മാட்டோம். യേശു രണ്ടാമത് കടന്നു വന്നിരുന്നു എങ്കിൽ നമ്മൾ ഇവിടെ ഈ കൺവെൻഷനെ ഒക്കെ നടത്തത്തില്ല. நீங்க வருவீங்களா? യേശു വന്ന பிறகு, യേശു വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കൺവെൻഷൻ വെച്ചാൽ നിങ്ങൾ വരുവോ? வரமாட்டீங்கல்ல. നിങ്ങൾ വരത്തില്ലല്ലോ. உங்க பாஸ்டர் என்ன சொன்னார்? നിങ്ങളുടെ പാസ്റ്റർ എന്താണ് പറഞ്ഞത്? ஆண்டவர் வராமல் இருந்தால் 2024 ഡിസംബർ 2வது வாரம் இந்த கன்வென்ஷன் நடைபெறும். കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ
2024 ആണ്ടിൽ ഡിസംബർ മാസം 2ാമത്തെ ആഴ്ച ഇവിടെ ഇതുപോലെ ഒരു യോഗം നടക്കും. இவருக்கு நம்பிக்கை இருக்கு, இயேசு வந்தா நான் கன்வென்ஷன் நடத்த இருக்க மாட்டேன்னு. കാരണം അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്, കർത്താവ് വരികയാണെങ്കിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി ഞാൻ ഇവിടെ കാണത്തില്ല. ஹல்லேலூயா ഹല്ലേലൂയ. அப்ப நம்ம இங்க இருக்கிறதுனால இயேசுன்னு வர வேண்டிய உண்மையான இயேசுன்னு வரல. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ അർത്ഥം യഥാർത്ഥമായ ക്രിസ്തു നമ്മുടെ കർത്താവ് ഇതുവരെ കടന്നു വന്നിട്ടില്ല. ஆனால் அந்தி கிறிஸ்துவை குறித்து சொல்லுவோம். എന്നാൽ നമ്മൾ ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ஏண்டா அவனும் வரல. എന്തുകൊണ്ടെന്നാൽ എതിർ ക്രിസ്തുവും ഇതുവരെ വന്നില്ല. ஏண்டா அவனை தடை செய்கிற ஒருவர் இங்க இருக்கிறார். എന്തുകൊണ്ടെന്നാൽ അവനെ തടസ്സപ്പെടുത്തുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. தடை செய்கிறவன் இருக்கும் மட்டும் அவன் வர முடியாத உள்ள. തടസ്സപ്പെടുത്തുന്നവൻ ഇരിക്കുന്ന കാലത്തോളം എതിർ ക്രിസ്തുവിന് ഇവിടെ പ്രത്യക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അന്തി ക്രിസ്തുവൈ തടൈ ചെയ്கிறது யார்? എതിർ ക്രിസ്തുവിനെ തടസ്സം ചെയ്യുന്നത് ആരാണ്? அதுதான் பரிசுத்தாவியானவர். അതാണ് പരിശുദ്ധാത്മാവ്. இல்லைன்னா அவன் இதுக்கு முன்ன வந்திருப்பான். ഇല്ലെങ്കിൽ ഇതിനു മുൻപേ എതിർ ക്രിസ്തു ഇവിടെ പ്രത്യക്ഷമാകുമായിരുന്നു. அவன் வராததற்கு காரணம், ആ എതിർ ക്രിസ്തു വരാത്തതിന്റെ കാരണം சபையில் இருந்து கொண்டு அவனை செயல்பட விடாதல், வரவிடாம தடை செய்கிற ஒரு வல்லமை சபைக்குள் செயல்படுகிறது. സഭയിൽ ഇരുന്നു കൊണ്ട് അവനെ പുറത്തു വരുവാൻ അനുവദിക്കാതെ അവനെ തടസ്സം ചെയ്യുന്ന ഒരു ദൈവശക്തി സഭയ്ക്കകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവിയാനവർ വെറും സഭയ്ക്ക് ഉള്ള മറ്റ് വേല ചെയ്യല. ഈ പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, സഭയെ ഉണ്മയാണ് ക്രിസ്തുവുക്കാக ആയത്തപ്പെടുത്തുகிறார். ഈ ദൈവസഭയെ യാഥാർത്ഥ്യമായ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുകയാണ്. ஆனால் அந்தி கிறிஸ்துவை ആമേൻ ഉയര വിടാதபடி ആവിയാനവർ തടൈ ചെയ്യുക. പരിശുദ്ധാത്മാവ് അത് ചെയ്യുമ്പോൾ തന്നെ ഈ എതിർ ക്രിസ്തുവിനെ കടന്നു വരുവാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ആവിയാനവർ നം നടുവിൽ ഇന്ന് ഇരവൻ ഇരിക്കാർ എന്ന് ഞാൻ ഉണരുகிறேன். പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാസ്റ്റർ അനുഭവിக்கிறீங்களா? പാസ്റ്റർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആവിയാനവർ നം നടുവിൽ இருக்கிறார். പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഉണ്ട്. அவர் இருக்கிறது வரையிலும் ആമേൻ അന്തി ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ முடியாது. ആ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന കാലം വരെ ഈ എതിർ ക്രിസ്തുവിന് പ്രത്യക്ഷമാകുവാൻ കഴിയുകയില്ല. ആവിയാനവർ എതുവരെ ഇരുപ്പാർ? പരിശുദ്ധാത്മാവ് ഏതുവരെ ഇരിക്കും? ഭൂമിയിലെ സഭ இருக்கிறது വരെയും ആവിയാനവരുടെ ക്രിയ ഇരുന്നു. ഭൂമിയിൽ സഭ ഇരിക്കുന്ന കാലം വരെ പരിശുദ്ധാത്മാവിന്റെ ക്രിയ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂമിയിലെ യേശു എന്ന് ചൊല്ലുகிற ഒരുവരുടെ பெயர் ഉച്ചരിക്കപ്പെടുகிறது വരെയും പരിശുദ്ധാവിയാനവർ ഭൂമിയിൽ ഇരുപ്പാർ. ഭൂമിയിൽ യേശുവിന്റെ പേര് ഉച്ചരിക്കുന്ന കാലം വരെയും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ആമേൻ. ആമേൻ. രക്ഷിപ്പ് ഭൂമിയിൽ പ്രസംഗിക്കപ്പെടുகிற കാലം വരെയും ആമേൻ ആവിയാനവർ ഭൂമിയിൽ ഇരുപ്പാർ. കർത്താവിന്റെ രക്ഷയെക്കുറിച്ച് ഈ ഭൂമിയിൽ പ്രസംഗിക്കപ്പെടുന്ന കാലം മുഴുവനും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. മനം തിരുമ്പുതலை குறித்த പ്രസംഗം ഭൂമിയിൽ കേൾക്കപ്പെടുகிறது വരെയും ആവിയാനവർ ഇരുപ്പാർ. മാനസാന്തരത്തെ കുറിച്ചുള്ള പ്രസംഗം ഈ ഭൂമിയിൽ പ്രസംഗിക്കപ്പെടുന്ന കാലം മുഴുവനും പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടായിരിക്കും. ஞானஸ்நானம் നടക്കുന്ന കാലം വരെയും ഭൂമിയിലെ പരിശുദ്ധാവിയാനവർ ഇരുപ്പാർ. സ്നാനം നടക്കുന്ന കാലം മുഴുവനും ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. ആമേൻ. എന്നയ്ക്ക് இந்த രക്ഷിപ്പിൻ വാസൽ അടയ്ക്കപ്പെടുമോ അന്നയ്ക്ക് സഭ എടുക്കപ്പെടും. ഈ രക്ഷയുടെ വാതിലും അടയ്ക്കപ്പെടുമോ അന്ന് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാനിടയാകും. அதுக்கு பிறகு பரிசுத்தாவியானவருடைய செயல்பாடு பூமியில் இருக்கு. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ കാണുവാൻ കഴിയുകയില്ല. ஹல்லேலூயா. ഹല്ലേലൂയ. அதற்கு பின்பு இங்கே சொல்லப்பட்டிருக்கிற அந்தி கிறிஸ்து வருவார். അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തു കടന്നു വരും. அப்போ நல்ல கிறிஸ்துவ இன்னுം വരല്ല, അന്തി ക്രിസ്തു വരല്ല. അപ്പൊ യാഥാർത്ഥ്യമായ കർത്താവ് രണ്ടാമത് ഇതുവരെ വന്നിട്ടില്ല, എതിർ ക്രിസ്തു ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. ഒരു ആമേൻ ചൊല്ലുங்க. ഒരു ആമേൻ പറയാം. சத்தம் ஹல்லேலூயா. ശബ്ദമുയർത്തി ഹല്ലേലൂയ. நல்லா இருக்கீங்களா? നിങ്ങൾ നന്നായിരിക്കുന്നു? ഉത്സാഹமா இருக்கீங்களா? നിങ്ങൾ ഉത്സാഹത്തോടെ ഇരിക്കുന്നുണ്ടോ? അത ഡല്ലാ இருக்கீங்களா? അതോ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നോ? ഒരു നിമിഷം എந்திരിച്ച് നിൽക്കലാമാ? ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? രക്തഓട്ടം കിടക്കട്ടെ. എந்திരിங்க. ശരീരത്തിൽ ഒന്ന് രക്തയോട്ടം ഒന്ന് സ്പീഡാകട്ടെ. എഴുന്നേൽക്കുക. നാന് 45 നിമിഷத்துக்கு மேல யாரையும் உட்கார வைக்க மாட்டேன். തുടർമാനമായി 45 മിനിറ്റിൽ കൂടുതൽ ഞാൻ ആരെയും ഇരുത്താറില്ല. ആമ ഏன்னு சொன்னா நீங்களும் கொஞ்ச நாள் கூட உசுரோட இருக்கணும், நானும் கொஞ்ச நாள் கூட பாஸ்டர். കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറേ കാലം കൂടെ ജീവനോട് ഇരിക്കണം, ഞാനും കുറേ കാലം കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കണം. ആമ நீங்க போய்ட்டா நான் எங்க பேருக்கு பிரசங்கம். നിങ്ങളെല്ലാം പോയാൽ പിന്നെ ഞങ്ങൾ ആരോടാണ് പ്രസംഗിക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ஏற்கனவே நம்ம பிராய்லர் கோழி சாப்பிட்டு நம்மளும் பிராய்லர் கோழி ஆயிட்டே இருக்கோம்.
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിലവാരം അനുസരിച്ച് നമ്മളും ഈ ബ്രോയിലർ കോഴി കഴിച്ച് ഏകദേശം അതിന്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ 60 വയസ്സുള്ള പിതാവാണ് വന്ന് മുട്ടുവേദന എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. 15 വയസ്സുള്ള പയ്യനെ ഇപ്പൊ അമ്മ വിളിച്ചോണ്ട് വന്ന് പാസ്റ്റർ അവന് ഇടുപ്പ് വേദനയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇപ്പൊ മനസ്സിലായോ, നമ്മളെല്ലാം ഏകദേശം ബ്രോയിലർ കോഴിയെ പോലെ ആയി. പോകുന്ന ദൂരം പോകട്ടെ. ഹല്ലേലൂയ പറയാം. വെരി ഗുഡ്. ഒരു പാട്ട് പാടുവോമോ? നമുക്കൊരു പാട്ട് പാടാമോ? എന്തുകൊണ്ട് നിങ്ങൾ ഒരുമാതിരി നോക്കുന്നു? ഒരു പാട്ട് പാടുവോമോ അയ്യാ? ഒരു പാട്ട് പാടാമോ? கொஞ்சம் உற்சாகமா பாடுவீங்களா? ഉത്സാഹത്തോടെ പാടാമോ? ഒരു സംഭവം தெரியுமா? எனக்கு தெரியாது. എനിക്കറിയത്തില്ല. പാസ്റ്ററെ നമ്പിதான் പാടുവോമാന്ന് കേട്ടു. ഞാൻ പാസ്റ്ററിനെ വിശ്വസിച്ചാണ് പാടാമോ എന്ന് ചോദിച്ചത്. പാടുവോമോ അയ്യാ? പാടാമോ? ഉങ്ങൾക്കെല്ലാം தெரிஞ்ச ഒരു പാട്ട് നീർതാങ്ക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള പാട്ട് ഏത് പാട്ട് പാടാം എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള ഏത് പാട്ട് പാടാന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആദ്യ വരി പാടി തുടങ്ങിയാൽ ഞാൻ പുറകേന്ന് പാടാം. എന്നാ പാട്ട് പാടും சொல்லுங்க. മധ്യാകാശേ സ്വർഗീയ പഴയ പാട്ട് എനിക്ക് தெரியாது. പഴയ പാട്ട് എനിക്കറിയത്തില്ല. എന്തടി തപ്പിച്ച് കൈത്തട്ടി പാടലാല്ലേ? ചേർന്ന് പാടാം. മഞ്ചകമില്ലാമ കൈത്തട്ടിവിയലാ? നന്നായിട്ട് കരമടിക്കാം. യെസ്. സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, വെള്ളത്തിനായി തേടുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി തേടുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, പ്രിയരേ എന്നെ സുനായകനേ എപ്പോൾ വരും, പ്രിയരേ എന്നെ സുനായകനേ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്രയിക്കുവാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്രയിക്കുവാൻ, യേശുവേ വാരമേ ദേവേദം വന്നിടണേ, യേശുവേ വാരമേ ദേവേദം വന്നിടണേ, വെണ്മവസ്ത്രം ധരിച്ചുയർന്ന വിശുദ്ധ സംഗമത്തിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർന്ന വിശുദ്ധ സംഗമത്തിൽ ചേർന്നു നിൻ സവിധേ വന്നു, ഹല്ലേലൂയ പാടുവാൻ, ചേർന്നു നിൻ സവിധേ വന്നു, ഹല്ലേലൂയ പാടുവാൻ, ബുദ്ധിയുള്ള നിർമ്മല കന്യകയോ ഒരുങ്ങുന്നേ, ബുദ്ധിയുള്ള നിർമ്മല കന്യകയോ ഒരുങ്ങുന്നേ, സത്യനേ എന്നെ സുനായകനേ എപ്പോൾ വരും, പ്രിയരേ എന്നെ സുനായകനേ എപ്പോൾ വരും, പ്രിയരേ എന്നെ സുനായകനേ എപ്പോൾ വരും, പ്രിയരേ എന്നെ സുനായകനേ.
அமருங்கள். എല്ലാവരും ഇരിക്കാം. இந்த 18வது வசனத்தை நாம் தியானம் செய்யும் பொழுது ഈ 18ാമത്തെ വാക്യത്തെ നാം ചിന്തിക്കുമ്പോൾ இரண்டு கிறிஸ்துக்களை குறித்து மிக தெளிவாக பைபிள் நமக்கு சொல்லுது. രണ്ട് ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ നിന്ന് നമ്മെ ஒன்று പഠിപ്പിക്കുന്നു. சபை எதிர்பார்க்கிற உண்மையான கிறிஸ்து, ഒന്ന് കർത്താവിന്റെ സഭ പ്രതീക്ഷിക്കുന്ന യഥാർത്ഥമായ ക്രിസ്തു, இரண்டு பரிசுத்த ஆவியானவரால் தடை செய்யப்பட்டிருக்கிற அந்தி கிறிஸ்து. രണ്ടാമതായി പരിശുദ്ധാത്മാവിനാൽ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്ന എതിർ ക്രിസ്തു. அப்ப கிறிஸ்துவும் வரவில்லை, அந்தி கிறிஸ்துவும் வரவில்லை. അപ്പൊ നമ്മുടെ കർത്താവും രണ്ടാമത് വന്നിട്ടില്ല, എതിർ ക്രിസ്തു ഇതുവരെ പ്രത്യക്ഷമായിട്ടുമില്ല. ஆனால் 18ஆம் வசனத்தை தியானிக்கும் பொழுது എന്നാൽ 18ാമത്തെ വചനം നാം ചിന്തിക്കുമ്പോൾ இப்பொழுதும் அநேக அந்தி கிறிஸ்துக்கள் இருக்கிறார்கள். ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. அல்லேலூயா. ഹല്ലേലൂയ. அப்போ அந்த கிறிஸ்துவும் வரல, ஆமென், இந்த கிறிஸ்துவும் வரல. ആ നമ്മുടെ കർത്താവും വന്നിട്ടില്ല, എതിർ ക്രിസ്തുവും വന്നിട്ടില്ല. ஆமென். இயேசு வருவதற்கு நாளாகவில்லை, കർത്താവ് വരുന്നതിന്റെ നാഴികയായിട്ടില്ല. தோத்தர் அந்தி கிறிஸ்து வர ஆவியானவர் விடவில்லை. എതിർ ക്രിസ്തു വരാൻ പരിശുദ്ധാത്മാവ് ഇതുവരെ സമ്മതിച്ചില്ല. ஆனா யோவான் சொல்லுகிறார், എന്നാൽ യോഹന്നാൻ പറയുന്നു, ஆமென், இவர்கள் ரெண்டு பேர் வராதிருக்க இங்கே சில அந்தி கிறிஸ்துக்கள் இருக்கிறார்கள். ഇവർ രണ്ടുപേരും വന്നിട്ടില്ലെങ്കിലും ഇവിടെ ചില എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിട്ടുണ്ടെന്ന് പഠിപ്പിക്കുന്നു. அப்ப நம்ம அதனாலதான் சொல்லுகிறார் இது கடைசி காலமா. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഇത് അന്ത്യനാഴികയാകുന്നു. நம்ம பலரும் நினைக்கிறோம், ஆமென், சுவிசேஷத்தை எதிர்க்கிறவர்கள் ஆட்சியில் அமர்ந்திருக்கிறதுனாலே இது கடைசி காலம் நாக்கும் பலரும் நினைக்கிறது. നമ്മൾ അനേകർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നവർ ഭരണകർത്താക്കളായി ഇരിക്കുന്നത് കൊണ്ട് ഇത് അന്ത്യനാഴിക എന്ന് നമ്മൾ ചിന്തിക്കുന്നു. வெளிப்படையான சுவிசேஷ ஊழியம் செய்வதற்கு தேசத்திலே தடை இருப்பதினால் நம்ம சொல்லுகிறோம் இது கடைசி காலமாய் இருக்கும். പുറമേ സുവിശേഷീകരണം ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ഇത് അന്ത്യനാഴികയാണെന്ന്. ஆண்டவர் சொல்லுகிறார் இது ஒன்றும் அல்ல கடைசி காலத்தினுடைய அடையாளம். എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ഇതൊന്നുമല്ല ഈ അന്ത്യനാഴിക എന്നുള്ളതിന്റെ അടയാളം. காரணம் எதிர்ப்பாளர்கள் ஆளுநர்களாக இருந்தது இன்னைக்கு சபைக்கு புதுசு ஒண்ணும் இல்ல. കാരണം ഈ എതിർക്കുന്ന വ്യക്തികൾ ഭരണകർത്താക്കളായിരുന്നത് സഭയ്ക്ക് ഇന്ന് പുതുമയായ ഒരു കാര്യമല്ല. சுவிசேஷம் தடை செய்யப்படுவது இன்னைக்கு புதுசு ஒண்ணும் இல்ல. സുവിശേഷത്തെ തടസ്സപ്പെടുത്തുന്നത് പുതുമയായി നടക്കുന്ന ഒരു കാര്യമല്ല. சபை என்பது தடைகளின் நடுவில் உருவாக்கப்பட்ட ஒரு. ദൈവസഭ എന്ന് പറയുന്നത് തടസ്സങ്ങളുടെ നടുവിൽ ഉരുവാക്കപ്പെട്ടതാണ്. இயேசு கிறிஸ்துவை அற்புதம் செய்வதற்கு அனுமதித்தார்களா? യേശു കർത്താവിനെ പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് അന്നത്തെ കാലത്ത് ജനം അനുവദിച്ചിരുന്നില്ല. இயேசுவை பிரசங்கம் பண்றதுக்கு அனுமதிச்சாங்க. യേശുവിനെ പ്രസംഗിക്കുന്നതിന് അന്നത്തെ കാലത്തിലെ വ്യക്തികൾ തടസ്സപ്പെടുത്തിയിരുന്നു. அப்போஸ்தலனாகிய பவுலை பிரசங்கம் பண்ண விட்டாங்க. പൗലോസിനെ പ്രസംഗിപ്പിക്കുവാൻ അവർ സമ്മതിച്ചോ? அவங்க எல்லாம் சந்திச்ச பிரச்சனை தான் இன்னைக்கு சபை இன்னைக்கும் சந்திக்குது. അന്ന് ദൈവത്തിന്റെ ഭക്തന്മാർ ആമേൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ തന്നെയാണ് ഇന്ന് നമ്മളും അഭിമുഖീകരിക്കുന്നത്. சபை வளரலையா? സഭ അതുകൊണ്ട് വളരാതിരുന്നുവോ? சபை ஜனங்கள் ரட்சிக்கப்படலையா? ജനം രക്ഷിക്കപ്പെടാതിരുന്നുവോ? எந்த இடத்துல எல்லாம் எதிர்ப்பு அதிகமா இருந்துச்சோ அந்த இடத்தெல்லாம் தேவ கிருபை அதிகமா இருந்துச்சு. എവിടെയെല്ലാം എതിർപ്പുകൾ വന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ കൃപ അധികരിക്കുവാനിടയായി. ஆண்டவருக்கு அனுகூலத்தின் நடுவில் செயல்படுகிறது ஒரு நாளும் பிடிக்காது. ദൈവത്തിന് അനുകൂല സാഹചര്യത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുന്നത് ഒരു കാലത്തും ഇഷ്ടമില്ല. ஆமா, ആമേൻ. அப்படின்னு சொன்ன இஸ்ரவேல் ஜனங்களை ஆமென் தோத்தர யோர்தானை கடக்க பண்ணின பொழுது, അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തെ യോർദാൻ വിഭാഗിച്ച് അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ ஆமென் 6 மாசம் கரை புரண்டு ஓடும், 6 மாசம் கணுக்கால் அளவு ஓடுமாமே. യോർദാൻ 6 മാസം കരകവിഞ്ഞോടും, 6 മാസം അതിൽ വെള്ളം വളരെ കുറവായിരിക്കും. அப்ப ஆண்டவர் சும்மா ஏன் போட்டு பிரிப்பானே, ஒரு 3 மாசம் வெயிட் பண்ணடா தானா நடந்து போயிடலான் இருக்கலாம். കർത്താവ് ഒരു പക്ഷെ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എന്തിന് ഇതിനെ ഇപ്പൊ രണ്ടാക്കാൻ വേണ്ടി നിൽക്കണം, ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് വെള്ളം കുറയുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്ത് പോയാൽ മതി എന്ന് വേണമെങ്കിൽ ദൈവത്തിന് പറയാമായിരുന്നു. ஆண்டவருக்கு தெரியும் அனுகூலத்தை எதிர்பார்த்தல்ல അനുകൂലത്തെ ഉരുവാക്കി പോകറവരാക്കണ്ടേ. ദൈവത്തിനറിയാം അനുകൂലത്തെ പ്രതീക്ഷിച്ച് ഇരുന്നും കൊണ്ട് അനുകൂല സാഹചര്യം വരുമ്പോഴല്ല, അനുകൂല സാഹചര്യത്തെ ഉണ്ടാക്കി പോകാനാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ആമേൻ. അമ്മ എന്നെ பார்த்து ഒരു സഹോദരൻ എങ്ക ഊരിൽ சொன்னார். എന്നെ നോക്കി ഞങ്ങളുടെ ദേശത്തിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, நான் உயிரோட இருக்கிறது வரைக்கும் ஒன்னு கோயில் கட்ட விட மாட்டேன். ഞാൻ ജീവനോടിരിക്കുന്ന കാലം ദൈവാലയം പണിയാൻ നിന്നെ സമ്മതിക്കത്തില്ല.
அப்படிதான் சொன்னா. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. நான் உயிரோட இருக்கிறது வரைக்கும் நீ நினைக்கிறது நடக்காது. ഞാൻ ജീവനോടിരിക്കുന്ന കാലം നിന്റെ ആഗ്രഹം ഒന്നും ഇവിടെ നടക്കത്തില്ല. நான் ஜெபம் பண்ணேன், நான் கெட்டதறிவன் ஜாவப்படாத ஆண்டவரே. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഈ ആലയം പണിത് തീരുന്നവരെ ഇവൻ മരിക്കാൻ പാടില്ല. ഇന്ന് വരെ അവനക്ക് അണ്ണനും പെയ്യാച്ച് തമ്പിയും പെയ്യാച്ച്, ഇവൻ ജാവല്ല. അവന്റെ ജ്യേഷ്ഠനും മരിച്ചു, അവന്റെ അനുജനും മരിച്ചു, ഇന്ന് വരെ അവൻ ചത്തില്ല. ஏன் தெரியுமா? കാരണം എന്തെന്നറിയാമോ? 6000 பேர் இருக்கக்கூடிய ஆலயம் வேலை நடந்துட்டு இருக்கு. 6000 പേർക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കത്തക്ക ആലയം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ചാവ മാട്ടാൻ, ഞാൻ ചാവ വിട മാട്ടേൻ. അവൻ ചാവത്തില്ല, അവനെ മരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ചാകறதுக்கு മുന്നേ ആലയം കെട്ടണം. നീ മരിക്കുന്നതിന് മുൻപ് ഞാൻ ആലയം പണിയണം. ഏൻ தெரியுமா? എന്തെന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുന്നത് ആപ്പ ഉപ്പ ദൈവത്തെ. ഞാൻ പ്രസംഗിക്കുന്നത് ആപ്പ ഉപ്പ ദൈവത്തെ അല്ല. എന്നെ അളച്ചത് ആപ്പ ഉപ്പ ദൈവം. എന്നെ വിളിച്ചത് ആപ്പ ഉപ്പ ഒരു ദൈവമല്ല. യേശുക്ക് വരാതെ എതിർപ്പാ ഇനി എനിക്ക് വരാൻ. യേശുവിന് വരാത്ത എതിർപ്പാണോ ഇനി എനിക്ക് വരാൻ പോകുന്നത്? ആമേൻ. ആണ്ടവർക്ക് കളിയല്ലേ എന്ന് വരണം. എൻ ദൈവത്തെ കൂടാതെ ഒന്നുമില്ല, അവരെ കൊണ്ട് ചെയ്യാൻ முடியும். എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്റെ ദൈവത്തിന് സകലതും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ചൊല്ലുക, എതിർപ്പുകൾ ഇരിക്കുന്നതിനാൽ അല്ല ഇത് കടൈശി കാലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമേൻ, എതിർപ്പുകൾ ഇരിക്കുന്നത് കൊണ്ടല്ല ഇത് അന്ത്യനാഴിക. അപ്പൊ അന്ത്യക്രിസ്തുവും വരല്ല, അന്ത്യക്രിസ്തുവും നമ്മുടെ കർത്താവും വന്നില്ല, എതിർ ക്രിസ്തുവും വന്നില്ല. ഇങ്ങ ചൊല്ലുகிறது ഇങ്ങ കൊഞ്ചം ക്രിസ്തുക്കൾ അന്ത്യക്രിസ്തുക്കൾ ഇരിക്കാം. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുന്നു ഇവിടെ ചില എതിർ ക്രിസ്തുക്കൾ ഉണ്ട്. അപ്പൊ ഇതാര്? അപ്പൊ ഈ എതിർ ക്രിസ്തുക്കൾ ആരാണ്? അതാക്ക് ഇന്ന് രാത്രി നമ്മ നാനോന്ന് കൊണ്ട് പാത്തിട്ട് പോണം. അതാണ് ഇന്ന് രാത്രിയിൽ ആരാണ് ആ ആള് എന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് പോണം. അവരും വരല്ലേ, കർത്താവ് വന്നില്ല, ഇവനെ വരവിടല്ലേ, എതിർ ക്രിസ്തുവിനെ വരാനും സമ്മതിച്ചിട്ടില്ല. കൊഞ്ചം അന്ത്യക്രിസ്തു ഇരിക്കാം. എന്നാൽ ഇവിടെ കുറച്ച് എതിർ ക്രിസ്തുക്കളുണ്ട്. അത് ഇല്ലേന്ന് കൺഫേം பண்ணிட்டு വേണം ഇന്ന് രാത്രി. ഈ എതിർ ക്രിസ്തുവിൽ ഒരാൾ ഞാനല്ല എന്ന് വളരെ വ്യക്തത വരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഗ്രൗണ്ട് വിട്ടു പോകാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തോട്ട്സ് ഇവിടെ നിന്നല്ല വരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഹല്ലേലൂയ. ദൈവ മനുഷ്യനാകിയ യോവാൻ சொன்ன തற்போது ഇരുന്ന അന്ത്യക്രിസ്തുയാ. ദൈവ മനുഷ്യനായ യോഹന്നാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇരിക്കുന്ന എതിർ ക്രിസ്തു ആരാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് പുരിகிறது, അന്ത്യക്രിസ്തു ഇന്നും വെളിപ്പടയാ വരല്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, എതിർ ക്രിസ്തു പ്രത്യക്ഷമായി ഇതുവരെ വന്നില്ല. ആണ് അവനുடைய ആവി ദേശത്തിൽ செயல்பட்டு, എന്നാൽ അവന്റെ ആത്മാവിന്ന് ദേശത്തിൽ അനേകരുടെ മേൽ ക്രിയ ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാവിയാനവർ സഭയെ ദേവ ചിത്തത്തിற்கு ആയത്തപ്പെടുത്തുகிறது പോലെ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുന്നത് പോലെ, അന്തിക്രിസ്തു വെളിപ്പടയാക വരവിல்லை എന്ന് சொன்னாலும் അവനുடைய ആവിயை ജനങ്ങൾക്കുള്ളേ അവൻ செயல்படுத்தாமல் இல்லை. എതിർ ക്രിസ്തു പ്രത്യക്ഷമായി വന്നിട്ടില്ലെങ്കിലും എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ പിശാച് ജനത്തിന്റെ ഇടയിൽ കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ நிறைய விஷயத்திலே കേർലെസ്സാ இருக்கிற மாதிரி ഒരു ഫീൽ പാസ്റ്റ്. നമ്മൾ ഒത്തിരി വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുന്നു എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആരാധനയ്ക്ക് വരുகிறோம், നമ്മൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്, ജപം பண்ணுகிறோம், പ്രാർത്ഥിക്കുന്നുണ്ട്, പാടലുകളെ പാടുகிறோം, പാട്ടുകൾ പാടുന്നുണ്ട്, നമ്മാൽ മുടിந்த ഉദവികളെ കാണിക്കകളെ കൊടുக்கிறோம், നമ്മൾ കഴിയുന്ന സഹായങ്ങളും കാണിക്കകളും നമ്മൾ അർപ്പിക്കുന്നുണ്ട്, ബോധകരുടെ വാർത്തയ്ക്ക് കീഴ്പ്പെടുகிறோം, ദൈവത്തിന്റെ ദാസന്റെ വചനത്തിന് വാക്കുകൾക്ക് നമ്മൾ അനുസരിക്കുന്നുണ്ട്, അവരെ സഹിച്ച് അവരെ ട്രാൻസ്ഫർ பண்ணாமல் வைத்திருக்கிறோம். എന്നാൽ അദ്ദേഹത്തെ സഹിച്ച് അദ്ദേഹത്തെ മാറ്റാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. இப்படியே நம்முடைய பயணம் பயணித்துக் கொண்டிருக்கிறது. ഇങ്ങനെ നമ്മുടെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ஆனால் ஆண்டவர் சொல்லுகிறார், എന്നാൽ കർത്താവ് പറയുന്നു, ദൈവ ജനമേ, ദൈവത്തിന്റെ ജനമേ, ഇത് കടൈശി കാലം എന്നതற்கு ഒരു വാർത്ത சொல்லுகிறேன். ഇത് അന്ത്യനാഴിക എന്നതിന്റെ ഒരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. സഭയ്ക്കുള്ളേ അന്ത്യക്രിസ്തുവിനുடைய ആവി செயல்பட തരുണം തേടുகிறது. എച്ചരിക്കയാക ഇരിക്കണം. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവൻ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആണ്ടവർ യേശു ശിഷ്യർക്ക് പ്രസംഗിക്കുമ്പോൾ, കർത്താവ് യേശു ശിഷ്യന്മാരോട് പ്രസംഗിക്കുമ്പോൾ, മുന്നിൽ ഉള്ള വെളിച്ചം ഇരുളാകാതപടിക്ക് നീ എച്ചരിക്കയായിരിക്കണം. നിന്നിലുള്ള പ്രകാശം ഇരുട്ടായി പോകാതിരിക്കാൻ നീ ശ്രദ്ധാലുവായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ. ആമേൻ. അപ്പോസ്തലനായ പൗൽ തീമോഥേയുവിക്ക് ചൊല്ലുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ, ആമേൻ, തീമോഥേയുവിക്ക് ചൊല്ല ഉനക്ക് ഒപ്പുവിക്കപ്പെട്ട அந்த നற்பൊരുളை നീ കാത്തുകൊൾ എന്ന് சொல்லுகிறார். തീമോഥെയോസിനോട് പറയുകയാണ്, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ വിശേഷമായ ആ ദൈവ കൃപയെ നീ കാത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. സഭ இந்த நாட்களில்
கவனச்சிதைவாக இருந்தால் மிகப்பெரிய ஆபத்து என்பதை மறந்துவிடக் സഭ கூடாது. ശ്രദ്ധിക്കാതെ ഇരുന്നാൽ വളരെ ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകും. இன்றைக்கு அநேக சபைகளுடைய கவனங்கள் இது ஒன்றுமல்ல. ഇന്ന് അനേക ആത്മീക സഭകളുടെ ശ്രദ്ധ ഇതൊന്നുമല്ല. பணத்தை பெருக்குவது, സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നത്, பிள்ளைகளை வெளிநாட்டுக்கு அனுப்புவது, മക്കളെ വിദേശത്തേക്ക് വിടുന്നത്, பக்கத்தில் இருக்கிற அரை ஏக்கரை கூட வாங்கி சேர்ப்பது, സമീപത്തിലുള്ള 50 സെന്റ് കൂടെ ചേർത്ത് വയ്ക്കുന്നത്, பிள்ளைகளை எப்படி ஆகிலும் ஆமீன் மேன்மை வைப்பது, നമ്മുടെ തലമുറകളെ എങ്ങനെയെങ്കിലും ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുത്തുന്നത്, பக்கத்தில் இருக்கிற வீட்டை விட நம்ம வீடை அரை இஞ்சியாவது உயரமாய் வைப்பது, സമീപത്തിലിരിക്കുന്ന ഭവനത്തെക്കാൾ നമ്മുടെ ഭവനം 1/2 ഇഞ്ചെങ്കിലും ഉയർന്നിരിക്കണം എന്നുള്ള ആഗ്രഹം. ஆண்டவர் இயேசு சொன்னார், நான் இந்த உலகத்தான் அல்லாதது போல நீங்களும் இந்த உலகத்தார் அல்ல. കർത്താവ് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഉള്ളവൻ അല്ലാതിരിക്കുന്നത് പോലെ നിങ്ങളും ഈ ലോകത്തിൽ ഉള്ളവർ അല്ല. அல்லேலூயா. ആമേൻ. நீங்க நல்லா கவனிங்க. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. இப்படிப்பட்ட உபதேசங்கள் சபைகளுக்கு ஆழமாய் இருக்கும் பொழுது, ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് വളരെ ആഴമായിരിക്കുമ്പോൾ ஆண்டவர் சொல்லுகிறார், வேதம் சொல்லுகிறது, அந்தி கிறிஸ்துக்கள் இன்னும் இருக்கிறார்கள். ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ കാലഘട്ടത്തിലും എതിർ ക്രിസ്തുക്കൾ ഇരിക്കുകയാണ്. அல்லேலூயா. ആമേൻ. அது யார் என்று கவனித்தால், അതാരെന്ന് നമ്മൾ ചിന്തിച്ചാൽ 18ஆம் வசனத்தில், ஆமென், 19ஆம் வசனத்திலே 19ാമത്തെ വചനത്തിൽ ஆமென், நம்மை விட்டு பிரிந்து போனார்கள் அப்படின்னு சொல்றார். നമ്മെ വിട്ട് അകന്നു പോയവർ എന്ന് പറയുന്നു. ஆமென், நம்முடையவர்கள் ஆமென் அல்ல என்றவர் பேசுகிறார். അവർ നമുക്കുള്ളവരല്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. இருக்கிறதா? അതെ, ഇരിക്കുന്നു. அல்லேலூயா. ആമേൻ. அப்ப நல்லா கவனிங்க, വളരെ ശ്രദ്ധിക്കുക. யாரை இந்த இடத்தில் யோவான் அந்தி கிறிஸ்துவின் ஆவி உடையவர்கள் என்று சொல்லுகிறார்? ആരെയാണ് യോഹന്നാൻ ഈ സ്ഥലത്ത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്? இப்போ உங்களை எழுப்பலாமா? കർത്താവിന്റെ ദാസനെ എഴുന്നേൽപ്പിക്കാമോ? ஆமென். ആണ്ടവർ ഒരുമിച്ച് பயணிக்க സഭയ്ക്ക് കട്ടളയിട്ടാർ. കർത്താവ് നാം ഒരുമിച്ച് യാത്ര ചെയ്യാൻ ദൈവസഭയോട് കൽപ്പിച്ചു. യോവാൻ 17ആം അധികാരം 20, 21, 22 വചനങ്ങൾ പഠിക്കുമ്പോൾ, യോഹന്നാൻ 17ാമത്തെ അധ്യായം 20, 21, 22 വചനങ്ങൾ പഠിക്കുമ്പോൾ യേശു சொன்னார், நாம் ஒன்றாய் இருக்கிறது போல அவர்களும் ஒன்றாய் இருக்கணும். യേശു പറഞ്ഞു പിതാവിനോട്, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളും ഒന്നായിരിക്കണം. ആമേൻ. ആമേൻ. ഇവர்கள் തമ്മിൽ ഒന്നായി இருக்கணும். ഇവർ തമ്മിൽ ഒന്നായിരിക്കണം. 2 ഇവர்கள் നമ്മിൽ ഒന്നായി இருக்கணும். 2 ഇവർ നമ്മിൽ ഒന്നായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. இதுதான் சபையை குறித்த தேவ சித்தம். ഇതാണ് ദൈവസഭയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. ஜெபம் ஒன்னாய் இருக்கணும். പ്രാർത്ഥന ഒന്നായിരിക്കണം. அழைப்பு ஒன்னாய் இருக்கணும். വിളി ഒന്നായിരിക്കണം. தரிசனம் ஒன்னாய் இருக்கணும். ദർശനം ഒന്നായിരിക്കണം. எதிர்பார்ப்பு ஒன்னாய் இருக்கணும். പ്രതീക്ഷ ഒന്നായിരിക്കണം. இது தேவ திட்டம். ഇത് ദൈവത്തിന്റെ പദ്ധതി. ஆனா 19ஆம் வசனம் சொல்லுது, എന്നാൽ 19ാമത്തെ വചനത്തിൽ പറയുന്നു, அவர்கள் பிரிந்து போனார்கள். അവർ നമ്മെ വിട്ട് പിരിഞ്ഞു പോയി, അകന്നു പോയി. அப்ப யாருக்குள்ள അപ്പോൾ ആരുടെ ഉള്ളിൽ இணைந்து செயல்பட வேண்டும் என்கிற எண்ணம் இல்லையோ, ചേർന്ന് പ്രവർത്തിക്കണം എന്ന ചിന്ത വരാതിരിക്കുന്നുവോ, அவன் தான் இங்க யோவான் சொல்லுகிற அந்தி கிறிஸ்து. അവരാണ് ഇവിടെ യോഹന്നാൻ പറയുന്ന എതിർ ക്രിസ്തു. ഹല്ലേലൂയ. அல்லேலூயா. ഹല്ലേലൂയ. அதுதான் சொன்ன, இது கடைசி காலம் என்று. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അന്ത്യനാഴികയെന്ന്. அல்லேலூயா. ആമേൻ. நல்லா கவனிங்க, நிக்கு போகப்படாது. ஆமென், தோத்திரம். இப்ப நான் என்னுடைய தரிசனத்தை நிறைவேற்றுகிறேன். ഇപ്പോൾ ഞാൻ എന്റെ ദർശനത്തെ ഞാൻ പൂർത്തീകരിക്കുന്നു. இவர் அவருடைய தரிசனத்தை ഇദ്ദേഹം நிறைவேற்றுகிறார். ഇദ്ദേഹത്തിന്റെ ദർശനത്തെ പൂർത്തീകരിക്കുന്നു. இவர் இவருடைய தரிசனத்தை நிறைவேற்றுகிறார். അദ്ദേഹം അദ്ദേഹത്തിന്റെ ദർശനത്തെ പൂർത്തീകരിക്കുന്നു. ஆண்டவர் என்ன சொன்னார்? ദൈവം എന്താണ് പറഞ്ഞത്? ஆளுக்கு ஒரு தரிசனம் நிறைவேற்ற அல்ல, ആൾക്കോര ദർശനത്തെ വെച്ചോണ്ടിരിക്കാനല്ല, 3 பேரும் சேர்ந்து தெய்வ சித்தத்தை நிறைவேற்ற. 3 പേരും ചേർന്ന് നിന്ന് ദൈവഹിതത്തെ നിറവേറ്റണം. அல்லேலூயா. ഹല്ലേലൂയ. ஆனா இப்ப ஆளுக்கு 3 ஆமென், தோத்திரம். இப்ப 3 ஸ்ட்ரைரிங்கிലേക്ക് മണ്ടി പോകുന്നു. ഇപ്പോ 3 പേരുണ്ടെങ്കിൽ 3 സ്റ്റിയറിംഗിലാണ് മുൻപിലോട്ട് പോകുന്നത്. கொஞ்சம் பிரசங்கத்துல வளர்ந்த உடனே இவருக்கு பின்னால நிக்க என்ன கொண்டு முடியல. ഇദ്ദേഹം കുറച്ച് പ്രസംഗത്തിൽ വളർന്ന ഉടനെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. கொஞ்சம் பைசா வந்த உடனே இவருக்கு பின்னால போக என்ன கொண்டு കഴിയല്ല. കുറച്ച് സാമ്പത്തികം വന്ന ഉടനെ ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. 4 பேர் என்ன பார்த்து பாஸ்டர்னு கூப்பிட்டா போரும், பின்ன நாம வந்து ഇവർക്ക് പിന്നാലെ പോക വിരുമ്പല്ല. 4 പേർ എന്നെ ഒരു പാസ്റ്ററെ എന്ന് വിളിച്ചാൽ മതി, പിന്നെ അദ്ദേഹത്തിന്റെ പുറകെ പോകാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഫാൻ വാങ്ങി എക്സ്ട്രാ നമ്മ കുടുംബത്തിൽ എന്ത് പോട്ടാ പോരും, പാസ്റ്റർക്ക് ചെന്നാകാക്ക എന്നെ കൊണ്ട് കളിയല്ല. ദൈവ സഭയ്ക്കകത്ത് ഒരു ഫാന്
വാങ്ങി എൻ്റെ കുടുംബത്തിന്റെ പേരിൽ ഒരു ഫാൻ വാങ്ങി തൂക്കിയാൽ മതി, പിന്നെ അവിടുത്തെ പാസ പറയുന്നത് കേൾക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. രക്തം പരിച്ചാ തെരിയില്ല, വേണ്ടി പോട്ട ഫാനാക്കി ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് ചിന്തിയ രക്തം വലുതായിട്ട് കാണുന്നില്ല, നീ വാങ്ങിയിട്ട ഫാനാണ് നിനക്ക് വലുതായി കാണുന്നത്. നേരത്തെ കൂട്ടത്തിക്ക് വരണം. പാസ്റ്റർ പറയുന്നു നീ നേരത്തെ ആരാധനയ്ക്ക് വരണം. പാസ്റ്റർ യോസിച്ചു കാണും പേശിയത് ഫാന് എനക്കാക്കും. പാസ്റ്റർ വളരെ ആലോചിച്ച് വേണം പറയാൻ, നിങ്ങളുടെ തലയുടെ മുകളിൽ കിടക്കുന്ന ഫാന് ഞാൻ കൊണ്ടിട്ടതാണ്. ഒന്നതാം ബൈബിൾ ചെല്ലത് നീ അന്തിക്രിസ്തു. ആ നിന്നയോടാണ് ദൈവത്തിന്റെ ആത്മാ പറയുന്നത് നീ എതിർ ക്രിസ്തുവാണ്. ഞാൻ ചൊല്ലത് உங்களுக்கு புரியுதா? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പോയിന്റ്സ് ഏതാണ്ട് വെളിയെ വരണ മാതിരി தெரியுதா? എന്തെങ്കിലും പോയിന്റ്സ് പുറത്തു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. இந்த அந்த ക്രിസ്തുവും വരല്ല, இந்த ക്രിസ്തുവും നമ്മുടെ കർത്താവും വന്നില്ല, എതിർ ക്രിസ്തുവും വന്നില്ല. അപ്പൊ இந்த രണ്ട് ക്രിസ്തുവും വരല്ലേന്നാ ഇരിക്ക ക്രിസ്തു ആര്? അപ്പോ ഈ രണ്ട് ക്രിസ്തുവും വന്നില്ലെങ്കിൽ ഇവിടെ ക്രിസ്തുവിനെ പോലെ ആളാകുന്ന പുള്ളി ആരാണ്? ചേർന്ന് പോകണമെന്ന് ആർക്ക് മനസ്സില്ലയോ അവൻ தான் இந்த അന്തിക്രിസ്തു. ഒത്തൊരുമയോടെ നിന്ന് പോകാൻ ആരാണോ താല്പര്യപ്പെടാത്തത് അവന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ദർശനത്തെ ഇണൈந்து செயல்படுத்துவதற்கு யாருடைய மனம் ஒத்து போகவில்லையோ அவன் അന്തിക്രിസ്തു. ദർശനത്തെ പൂർത്തീകരിക്കുന്നതിന് ഒരുമനപ്പെട്ട് നിൽക്കുവാൻ ആരുടെ മനസ്സാണോ തയ്യാറാകാത്തത് അവനാണ് എതിർ ക്രിസ്തു. ആമേൻ ആമേൻ. തന്നെ നടത്തുகிறவனுக்கு കീഴ്പ്പടിവதற்கு யாருடைய மனம் ஒத்து போகவில்லைയോ അവൻ അന്തിക്രിസ്തു. തന്നെ നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടു പോകാൻ ആർക്കാണോ കഴിയാതിരിക്കുന്നത്, മനസ്സ് വരാതിരിക്കുന്നത് അവനാണ് എതിർ ക്രിസ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിക്കടി சொல்லுகிறான், അടിക്കടി പറയുന്നു ഞാൻ யார் தெரியுமா? ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ആരാണെന്ന് അറിയാമോ? എനിക്കറിയാം. നീ തന്നെയാണ് അന്തിക്രിസ്തു. നീർ വന്ന് 6 வருடம் தான் ஆகிறது. നീ വന്നിട്ട് 6 വർഷമേ ആയുള്ളൂ. നീ വന്ന് 15 வருடம் தான் ஆகிறது. നീ വന്നിട്ട് 15 വർഷമേ ആയുള്ളൂ. നീ இந்த സഭയിൽ ചാർജ് എടുത്ത് 20 വർഷം தான் ആகிறது. നീ സഭയിൽ ചാർജ് എടുത്തിട്ട് 20 വർഷമേ ആയുള്ളൂ. 40 വർഷമായിട്ട് ഞാൻ 40 വർഷമായി ആലയത്തിൽ ഇരിക്കുകയാണ്. ഞാൻ ആരെന്ന് അറിയാമോ? ഇതുവരെ തെരിയവില്ലേ. ഇതുവരെ അറിഞ്ഞൂടാ. ഇന്നത്തെ രാത്രി ഇന്ന് രാത്രി അറിയാം. നീ അന്തിക്രിസ്തു. നീ എതിർ ക്രിസ്തുവാണ്. കൈകളെ ഉയർത്തി ഒരു ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ആമേൻ ചൊല്ലുங்க. ഒരു ആമേൻ പറയാം. ഞാൻ ഇதை பார்த்த பொழுது தெளிவாய் உணர்கிறேன். ഞാൻ ഈ വചനം നോക്കിയപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. യോഹന്നാൻ ചൊല്ലുகிறார், യോഹന്നാൻ പറയുന്നു, അവர்கள் അന്തിക്രിസ്തുവായി ഇരുന്നതിനാൽ പിരിந்து പോனார்கள். അവർ എതിർ ക്രിസ്തുവായി ഇരുന്നതുകൊണ്ട് എന്നെ വിട്ട് അവർ പിരിഞ്ഞുപോയി. ഏൻ പിരിந்தார்கள்? എന്തുകൊണ്ടാണ് പിരിഞ്ഞത്? ദർശനത്തിൽ ഒത്തുപോക முடியவில்லை. ദർശനത്തോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല. അழைപ്പോട് ഒത്തുപോക முடியவில்லை. വിളിയോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല. ദർശനത്തെ ഇണൈந்து செயல்படுத்த முடியவில்லை. ദർശനത്തെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. സഹോദരാ 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 സഹോദരാ, പരിശുദ്ധാവിയാനവർ ഒരു മനുഷ്യനുക്കുൾ செயல்பட்டாൽ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ ദർശനത്തോട് ഇണയ 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 വൈത്തുകൊണ്ടേ ഇരുപ്പാർ. ദർശനത്തോട് എത്രത്തോളം ഇഴുകി ചേരുവാൻ വേണ്ടി മനസ്സ് വരും അത്രത്തോളം ഇഴുകി ചേരാൻ താല്പര്യപ്പെടും. പിരിവിനയെ ചെയ്கிறவர் അല്ല. പരിശുദ്ധാത്മാവ് നിന്നെ പിരിച്ചു കളയുന്നവനല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ഒരു നാളും എതിർത്ത് നിൽക്ക പഠിപ്പിക്കവേ മാട്ടാർ. ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് ഒരു വിശ്വാസിയെ ദൈവദാസനോട് ദൈവസഭയോട് ഉപദേശത്തോട് എതിർത്ത് നിൽക്കുവാൻ പഠിപ്പിക്കുന്ന ആത്മാവല്ല. ആമേൻ ആമേൻ. എந்த ഒരു ബോധകനെയും തലൈമത്വത്തോട് എതിർത്ത് നിൽക്ക പഠിപ്പിക്കവേ മാട്ടാർ. ഏതൊരു ശുശ്രൂഷകനെയും നേതൃത്വത്തോട് എതിർത്ത് നിൽക്കുവാൻ പഠിപ്പിക്കുന്നതല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എங்கே എതിർത്ത് നിൽക്കുന്ന ഗുണം இருக்கிறதோ അங்கே ജന്മ സ്വഭാവം ഇരിക്കും. എവിടെ എതിർത്ത് നിൽക്കുന്ന സ്വഭാവമുണ്ടോ അവിടെ വെളിപ്പെടുന്നത് ജന്മ സ്വഭാവമാണ്. എங்கே ജന്മ സ്വഭാവമുണ്ടോ അங்கே അന്തിക്രിസ്തുവിനുடைய ആവി ഉണ്ട്. എവിടെ ജന്മ സ്വഭാവം വെളിപ്പെടുന്നുവോ അവിടെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിയ ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഇന്നേക്ക് യോവാൻ ചൊല്ലുകിற അന്തിക്രിസ്തു യാർ? അപ്പോ ഇന്ന് യോഹന്നാൻ പറയുന്ന എതിർ ക്രിസ്തു ആരാണ്? ഇണൈந்து പോക முடியாதவர்கள், ചേർന്ന് ഒത്തൊരുമയോടെ പോകാൻ കഴിയാത്തവർ, ദർശനത്തിற்காக കൈകോർക്ക முடியாதവർ, ദർശനത്തിന് വേണ്ടി കരം കോർത്ത് നിൽക്കുവാൻ കഴിയാത്തവർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ആമേൻ ചൊല്ലുங்க. ഒരു ആമേൻ പറയാം. സത്തമാ ചൊല്ലുங்க. ശബ്ദം ഉയർത്തി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്കത്തില് പാത്ത് ലൈറ്റാ കേളുங்க. ഉങ്ങളാൽ ഇണൈந்து பயணிக்க முடிகிறது. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് ചെറുതായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ചേർന്ന് പോകാനുള്ള താല്പര്യമുണ്ടോ? ഇത് ചൊല്ലിയിട്ട് വേണം അടുത്ത പ്രസംഗം തുടരാൻ. ഇതിനൊരു തീരുമാനം വന്നിട്ട് വേണം അടുത്ത പ്രസംഗത്തിലേക്ക് പോകാൻ. ഇനി താട്സ് ഇങ്ങിருந்து വരണ്ട, അങ്ങിருந்து വരട്ടെ.
ഇനി തോട്ട്സ് ഇവിടെ നിന്ന് വരണ്ട, നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. அல்லேலூயா. ഹല്ലേലൂയ. ஏன்னா மனுஷனுகிட்ட முதல்ல பிசாசு படிப்பிச்ச பாடம் வேறையாக்கு. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനോട് ആദ്യമായിട്ട് പിശാച് പഠിപ്പിച്ച പാഠം മറ്റൊന്നാണ്. ആണ്ടവർ ഭൂമിയിലെ മനുഷ്യനെ മനുഷ്യനാച്ചാർ. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെയാണ് വെച്ചത്. എന്നാൽ പിശാച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം. അപ്പൊ നമ്മളെ ദൈവം വിശ്വാസികളായാക്കും വച്ചിരിക്കാർ. നമ്മെ ദൈവം സഭയിൽ വിശ്വാസികളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിശാച് നമ്മളെ അന്തി ക്രിസ്തുവയെ പോലെയാക്കി മാറ്റാൻ വിചാരിച്ചു. പിശാച് നമ്മെ എതിർ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പൊ നമ്മ പയ്യ ഏതേൻ തോട്ടത്തൊക്കെ കൂടെ ഒരു ചിന്ന കണക്ട് ആവുന്നില്ല. അപ്പോ നമ്മുടെ കാര്യം വെച്ചൊന്ന് നോക്കിയാൽ ഏതേൻ തോട്ടമായിട്ട് ചെറിയൊരു കണക്ഷൻ വരുന്നുണ്ട്. എന്നാ വിശ്വാസി എന്ന് ചൊല്ലിയതോടെ ആന്റി ക്രൈസ്റ്റ്, വിശ്വാസി എന്ന് പറയുന്നതിനേക്കാൾ എതിർ ക്രിസ്തു കുറച്ചുകൂടെ കൊള്ളാൻ തോന്നുന്നു. പാസ്റ്ററിന് ചൊല്ലിയതോടെ റെവറൻഡിന് ചൊല്ലിയത് കുഞ്ഞും വെയിറ്റ് ഉണ്ട്. പാസ്റ്റർ എന്ന് പറയുന്നതിനേക്കാൾ റെവറൻഡ് എന്ന് പറയുന്നതിന് അല്പം കൂടെ ഒരു വെയിറ്റ് ഉണ്ട്. റെവറൻഡിന് ചൊല്ലിയതോടെ ഡോക്ടറിന് ചൊല്ലിയത് പിന്നെയും വെയിറ്റ് ഉണ്ട്. റെവറൻഡ് എന്ന് പറയുന്നതിനേക്കാൾ ഡോക്ടർ എന്ന് കൂടെയാണ് പറയുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒരു വെയിറ്റ് ഉണ്ട്. ഞാൻ ചൊല്ലിയ പ്രിയതല്ല, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. സാധാരണ വിശ്വാസിന് ചൊല്ലതോടെ സഭയിലുള്ള മൂപ്പനാക്കുന്ന് ചൊല്ലിയത് കുഞ്ഞും വെയിറ്റ് ഉണ്ട്. സാധാരണ വിശ്വാസി എന്ന് പറയുന്നതിനേക്കാൾ സഭയിലെ മൂപ്പനാണ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. നമുക്കൊരു അരടി പയ്യ നമുക്ക് അരയടി കൂടെ ഒന്ന് പൊങ്ങാനായിട്ട് ഒരു താല്പര്യം. എന്നാൽ ആണ്ടവർ നമ്മളെ വിശ്വാസികളാച്ചാൽ, കർത്താവ് നമ്മെ വിശ്വാസികളായിട്ടാണ് സഭയിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ പിശാച് എന്ത് ചിന്തിക്കുന്നെന്ന് അറിയാമോ? നീ വിശ്വാസിയായിട്ടിരിക്കണ്ട, നീ എതിർ ക്രിസ്തുവായിട്ട് മാറ്. അത് കുറച്ച് വെയിറ്റ് ആയിട്ടിരിക്കും. അത് വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് മുകളിൽ പോകത്തില്ല, ആ ഭാരം കൊണ്ട് നീ താഴേക്കാണ് പോകും. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ്. എന്തുകൊണ്ടാണ് കോഴി വളരെ ദൂരം ചിറകടിച്ച് പറക്കാത്തത്? അത് ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. കാക്ക പറക്കും, അത് വെയിറ്റ് കുറഞ്ഞുകൊണ്ടാണ്. ഭൂമിയിലെ വെയിറ്റ് കൂടെ അപ്പൊ ഭൂമിയിൽ വെയിറ്റ് കൂടെ മേലെ രമ്പ എളുമ്പാത് ഒത്തിരി മുകളിലേക്ക് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ഇപ്പൊ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഒന്നേ നീ അത് കുറയ്ക്കണം, ഇല്ലെങ്കിൽ താഴെ കിടക്കും. ഹല്ലേലൂയ. ഫൗണ്ടർ എനക്ക് ചിറ്റപ്പനാക്കുന്ന് കൊഞ്ചം വെയിറ്റ് ഉണ്ട്. ഫൗണ്ടർ എന്റെ ചിറ്റപ്പനാണെന്ന് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് ഉണ്ടായിരിക്കും. പ്രസിഡന്റ് എന്റെ അളിയനായിരിക്കും, ചിലപ്പോ ഒരു വെയിറ്റ് കാണാം. വൈസ് പ്രസിഡന്റ് എന്നെ അളിയനാണെന്നൊരു വെയിറ്റ് ഉണ്ടായിരിക്കാം. ഞങ്ങളാണ് 5 സെന്റ് സ്ഥലം വാങ്ങിക്കൊടുത്തതെന്ന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കാം. ഈ മധ്യത്തിൽ കിടക്കുന്ന ഫാൻ എന്റെ ചേച്ചി വാങ്ങിയിട്ടതാണെന്നൊരു വെയിറ്റ് ഉണ്ടായിരിക്കാം. ഭൂമിയിൽ നിന്റെ ഭാരം കൂടെ വെയിറ്റ് കൂടെ പറക്കുന്ന വേഗം കുറയും. അപ്പൊ ഇന്ന് രാത്രി നമുക്കൊരു തോട്ട്സ് എളുമ്പണം, വെയിറ്റ് ആകാതെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോട്ട്സ് എഴുന്നേൽക്കണം, എനിക്കൊരു ഹെഡ് വെയിറ്റ് പാടില്ല. പ്രൈസ് ദി ലോർഡ്. തലക്കനം പാടില്ല. എനിക്ക് തലക്കനം എനിക്ക് പറ്റിയതല്ല. ഞാൻ പറക്കാൻ കഴിയത്തില്ല, ഞാൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. എനിക്ക് എഴുന്നേൽക്കണമെന്ന് തോന്നും, പക്ഷെ നടക്കത്തില്ല. കാരണം ഭാരം കൂടുതലാണ്. 40 വർഷത്തെ തലക്കനമാണ്. 30 വർഷത്തെ തലക്കനമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മകനെ നീ വിശ്വാസിയാണോ? നീ വിശ്വാസിയായിരുന്നാ മതി, നീ എതിർ ക്രിസ്തുവായി മാറണ്ട. ഹല്ലേലൂയ. இந்த விவரம் ஆதாமுக்கு இல்ல. ഈ വിവരം അന്ന് ആദാമിന് ഇല്ലാതെ പോയി. அந்த பாட்டிக்கு மனுஷனா இருக்கறத விட காடா இருக்குது ഭയങ്കര. ആ ഹവ്വയ്ക്ക് മനുഷ്യയായിട്ട് ഇരിക്കുന്നതിനേക്കാൾ ദൈവം പോലെ ഇരിക്കുന്നത് അവൾക്കൊരു താല്പര്യം തോന്നി. അതിനാൽ നമ്മളെ ദൈവം എതില വെച്ചാൽ അതില ഇരുന്നാ. അതുകൊണ്ട് നമ്മെ ദൈവം ഏത് പൊസിഷനിൽ വെച്ചിരിക്കുന്നു ആ നിലവാരത്തിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാകുക. ബൈബിൾ ചൊല്ലുതേ, വേദപുസ്തകം പറയുന്നു, അവൻ അழைക്കപ്പെട്ട അழைപ്പിലെ നിലനിൽക്കുക. അവനവന്റെ വിളിക്ക് ഒത്തവണ്ണം അവനവൻ നിലനിൽക്കട്ടെ വിളിയിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്പോൾ കടൈസി കാലം എന്ന് യോവാൻ ഏൻ சொல்லுகிறார்? അന്ത്യ നാഴിക എന്ന് യോഹന്നാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആമേൻ. ഒരുവൻ 1000-യും ഇരുവർ ഇണൈந்தால் 10,000-യും തുരത്തലാമെന്ന് ബൈബിൾ ചൊല്ലുന്നു. ഒരുവൻ 1000-യും ഇരുവർ 10,000-യും തുരത്തുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. രണ്ടുപേരുടെ ദർശനം ഒന്നുപെട്ടാൽ 10 മടങ്ങ് വളർച്ച
ഉണ്ടാകും. രണ്ടുപേരുടെ ദർശനം ഒന്നായാൽ 10 മടങ്ങ് വളർച്ചയാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബം ഒന്നുപെട്ടാൽ, കുടുംബം ഒരുമിച്ച് ഐക്യമെത്തപ്പെട്ടാൽ, ജപിக்கிறവൻ ഒന്നുപെട്ടാൽ, പ്രാർത്ഥിക്കുന്നവർ ഐക്യമെത്തപ്പെട്ടാൽ, ദർശനമുള്ളവൻ ഒന്നുപെട്ടാൽ, ദർശനമുള്ളവർ ഒരു മനസ്സോടെ നിന്നാൽ, ദൈവത്തെ സ്നേഹിக்கிறവൻ ഒന്നുപെട്ടാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒത്തൊരുമയോടെ നിന്നാൽ, தேவ ஆமீன் ஆலயத்தில் வந்து காத்திருந்து கிருபை பெறுகிறவன் ஒன்றுபட்டால், ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് കാത്തിരുന്ന് ദൈവകൃപ പ്രാപിക്കാൻ മനസ്സുള്ളവർ ഒരു മനപ്പെട്ടാൽ, ദേശത്തിലെ 10 മടങ്ങ് മാറ്റം വരും. ഇത് പിശാചുക്ക് தெரியும். ദേശത്തിൽ 10 മടങ്ങ് മാറ്റം വരുമെന്നുള്ളത് പിശാചിനറിയാം. സഭയെ ഒരുവനാലും തൊട മുടിയാതെന്ന് പിശാചുക്ക് தெரியும். ദൈവ സഭയെ അങ്ങനെയാണെങ്കിൽ ഒരുത്തനും തൊടുവാൻ കഴിയത്തില്ലെന്ന് പിശാചിനറിയാം. അതിനാലதான் അവൻ ചെയ്യുகிறான். അതിനാൽ ആണ് അവൻ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്. സഭയ്ക്കുള്ളേ ഒരു മനതിൻ ആവിയെ കെടുത്ത് ദർശനം ചേരവിടുവതല്ല. ദൈവ സഭയ്ക്കകത്തുള്ള ഐക്യതയെ നഷ്ടപ്പെടുത്തി ദർശനത്തോട് ഒരുമിച്ച് നിന്ന് പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇണങ്ങുகிற ആവി ഒவ்வொருவருக்குள்ளே இருக்கும். ഓരോ വ്യക്തികൾ തമ്മിൽ ഇണങ്ങുന്ന ഒരു ആത്മാവ് ഉണ്ടാകണം ഓരോ വ്യക്തികൾക്കും. അന്തിക്രിസ്തുവിനുடைய ആവി സഭകളിൽ செயல்பட விடாதபடி தடை செய்ய வேண்டுமானால் இன்னைக்கு ராத்திரி இருதயபூர்வமாய் விலகி இருக்கிற இருதயங்கள் ஒன்றுபடണം. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് ചലിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഹൃദയങ്ങൾ ഒരുമനപ്പെടുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. 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 ദർശനം ഒന്നുപടണം പാസ്റ്റർ. നിങ്ങളുടെ ദർശനങ്ങൾ ഒത്തൊരുമയുള്ളതായി മാറണം. നമ്മുടെ രാജ്യം കട്ട അല്ല, യേശു ക്രിസ്തുവിനുடைய രാജ്യം കട്ട അழைക്കപ്പെട്ടവർ. നമ്മുടെ രാജ്യം പണിയുന്നതിന് വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത്, കർത്താവിന്റെ രാജ്യം പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. அப்ப சபை கிறிஸ்துவை தான் ஆமென் சார்ந்திருக்க வேண்டும். அந்தி கிறிஸ்துவினுடைய ஆவிக்கு சபையில் இடம் இல்லை. ദൈവസഭ ക്രിസ്തുവിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കണം. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് ദൈവസഭയ്ക്കകത്ത് ഇടം കൊടുക്കരുത്. ആമേൻ. ആമേൻ. அப்ப பிரிவினை என்கிற அந்தி கிறிஸ்து, അപ്പോൾ ഭിന്നത എന്ന് പറയുന്ന എതിർ ക്രിസ്തു, இணங்க மறுக்கிற அந்தி கிறிஸ்து, ഒരുമിച്ച് ചേർന്ന് പോകാൻ സമ്മതിക്കാത്ത എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, வெறுப்பை வெளிப்படுத்துகிற அந்தி கிறிஸ்து, വെറുപ്പിനെ ഉണ്ടാക്കുന്ന എതിർ ക്രിസ്തു, குறை சொல்லுகிற அந்தி கிறிஸ்து, കുറ്റം പറയുന്ന എതിർ ക്രിസ്തു, ஆமை ஏற்றுக்கொள்ள மறுக்கிற அந்தி கிறிஸ்து, ആമെ സ്വീകരിപ്പാൻ മനോഭാവം ഇല്ലാതിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. நான் பாடுகிறதுக்கு எல்லாரும் கை தட்டணும்னு நான் ஆசைப்படுகிறேன். ഞാൻ പാടുന്നതിന് സകലരും കൈയടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ஆனா இன்னொருத்தன் பாடும் பொழுது என்னால கை தட்ட முடியலையே. എന്നാൽ മറ്റൊരുവൻ പാടുമ്പോൾ എന്നാൽ കൈയടിക്കാൻ കഴിയുന്നില്ല. அவனை ஏன் என்கரேஜ் பண்ண முடியல? എന്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല? அப்ப உனக்குள்ள இருக்கிறது யாருடைய ஆவி? അപ്പോൾ നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആരുടെ ആത്മാവാണ്? உன்னுடைய ஊழியத்தை கர்த்தர் பயன்படுத்துகிறார். നിന്റെ ശുശ്രൂഷയെ കർത്താവ് ഉപയോഗപ്പെടുത്തുന്നു. நீ செய், നീ ചെയ്യുക, நீ செய். നീ പ്രവർത്തിക്കുക. இதை என்னால் செய்ய முடியுமானால் ഇത് എന്നാൽ പറയുവാൻ കഴിയുമെങ്കിൽ நான் கிறிஸ்துவின் ஆவியை உடையவன். ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ്. ஹல்லேலூயா. ഹല്ലേലൂയ. அவன் என்ன பேசுன? അവൻ എന്താണ് പ്രസംഗിക്കുന്നത്? அவன் என்ன பாடுங்க? അവൻ എന്ത് പാടുന്നു? நாங்க எல்லாம் ஒரு காலத்துல, ഞങ്ങളെല്ലാം ഒരു കാലത്ത്, நாங்க எல்லாம் ஒரு காலத்துல, ഞങ്ങളെല്ലാം ഒരു കാലത്ത്. இப்ப മനസ്സിലാச்சு. ഇപ്പൊ മനസ്സിലായി. ഒരു കാലத்துல വിളുന്നവൻ ഇപ്പൊ ഉള്ള இருக்காங்க. നീ ഒരു കാലത്ത് വീണുപോയതാണ്, ഇപ്പൊ നീയാണ് ഉള്ളിലിരിക്കുന്നത്. ഒരു കാലத்துல വിളുന്നവൻ ഉള്ള இருக்காங்க. ഒരു കാലത്ത് അന്ന് വെട്ടേറ്റ് വീണവൻ നിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ഹല്ലേലൂയ. 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 അപ്പൊ ഇന്നക്ക് രാത്രി ഞാൻ ഒരു തീരുമാനം பண்ணணும். ഇന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുക്കണം. എന്നിൽ ക്രിസ്തു, എന്റെ ഉള്ളിൽ ക്രിസ്തു, എൻ കുടുംബത്തിൽ ക്രിസ്തു, എന്റെ കുടുംബത്തിനകത്ത് ക്രിസ്തു, സഭയ്ക്കൽ ക്രിസ്തു, എന്റെ സഭയ്ക്കകത്ത് ക്രിസ്തു. ഇനി എങ്ങൾ സഭകളുക്കുള്ള അന്തിക്രിസ്തുവിക്ക് ഇടമില്ല. ഇനി എന്റെ സഭയ്ക്കകത്ത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അയ്യാ നീ പാടുനിയാ? അയ്യാ സഹോദരൻ, നിങ്ങൾ പാടിയോ? നീ പാടുനിയാ? ഓ, നിങ്ങൾ പാടിയോ? അല്ല ഞാൻ പാടുന്നാ? അല്ലെങ്കിൽ ഞാൻ പാടിയോ? അതെല്ലാം പ്രശ്നമില്ല. അതല്ല വിഷയമല്ല. ആണ്ടവർ മഹിമപ്പെട്ട കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടോ? சொல்ல புரியுதா? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ஆண்டவர் மகிமைப்பட்டார். കർത്താവ് മഹത്വപ്പെട്ടോ? അവൻ കൊടുത്താനാ? അവൻ കൊടുത്താനാ? അവൻ കൊടുത്തോ? അവൻ കൊടുത്താനാ? ഇന്നാള് സഹായിച്ചോ? അവൻ കൊടുത്താനാ? ഇന്നാള് സഹായിച്ചോ? അതെല്ലാം പ്രശ്നമില്ല. അതെല്ലാം ഒരു വിഷയമല്ല. ആണ്ടവർ മഹിമപ്പെട്ട. കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടോ? അവൻ മീറ്റിംഗ് നടത്തനാനാ? അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തിയോ? അവൻ മീറ്റിംഗ് നടത്തനാ? അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തിയോ? അവൻ മീറ്റിംഗ് നടത്തനാ? ഈ മനുഷ്യൻ ഒരു മീറ്റിംഗ് നടത്തിയോ? ഇല്ല. അതൊന്നും ഒരു വിഷയമല്ല. ആണ്ടവർ മഹിമപ്പെട്ട. ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടോ? ചേർന്ന് ചെയ്യ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ചേർന്ന് ചെയ്യ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമ്മ വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്മ ചെയ്യലിയേ. നമ്മെ വെളിപ്പെടുത്തുവാനല്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. ആണ്ടവർ മഹിമപ്പെടുത്താനാണ് നമ്മൾ ഓടുന്നത്. കർത്താവിന്റെ നാമം മഹത്വപ്പെടാനല്ലേ പ്രവർത്തിക്കുന്നത്. ആര് ചെയ്താലേ? ആര് പ്രവർത്തിച്ചാൽ, ആര് ചെയ്താൽ എന്ത്? ആണ്ടവർ മഹിമപ്പെട്ടാ പോരാ. കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടാൽ മതി.
മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. இந்த അഭിഷേകം സഭയ്ക്കുள் വെളിപ്പെടുമാனால், ഈ അഭിഷേകം ദൈവ സഭയ്ക്കകത്ത് വെളിപ്പെടുമെങ്കിൽ ദേശത്തിലെ ഒരു മാറ്റം ഉണ്ടാകും. ദേശത്തിൽ വലിയൊരു മാറ്റം കടന്നു വരും. സഭയിലെ ഒരു വ്യത്യാസം ഉണ്ടാകും. ദൈവ സഭയ്ക്കകത്ത് ഒരു വ്യത്യാസം കടന്നു വരും. ഇന്നേക്ക് രാത്രി സഭയ്ക്കുள் പരിശുദ്ധ ആവിയാനവരിൻ മഴை ஊற்றப்படுவதை ഇന്ന് രാത്രിയിൽ ഓരോ സഭകൾക്കകത്തും പരിശുദ്ധാത്മാവിന്റെ മാരി പെയ്യുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വർഷം ഡിസംബറിലെ இந்த கன்வென்ஷன் வைப்பதற்கு முன்னே இந்த சபையில் ஒரு வளர்ச்சி உண்டாக தேவ ஆவி ஊற்றப்படுமா. അടുത്ത വർഷം ഡിസംബറിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് സകല സഭകൾക്കകത്ത് വലിയൊരു വളർച്ച ഉണ്ടാകത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. பேதுரு மட்டும்தான் மரித்திருக்கிறார். പത്രോസ് മാത്രമാണ് മരിച്ചുപോയത്. பேதுருவுக்குள் இருந்த தேவ திட்டமும் தரிசனமும் மரிக்கல. പത്രോസിന്റെ ഉള്ളിൽ കടന്ന ദൈവത്തിന്റെ പദ്ധതി ഇതുവരെ മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. இந்தியா தேசத்திலே அதிகமான சுவிசேஷத்தை ஏற்றுக்கொண்ட இந்த கேரள மண்ணில் நின்று கொண்டு சொல்லுகிறேன், ഭാരതത്തിന്റെ ആമേൻ മണ്ണിലകത്ത് കേരളത്തിൽ അധിക സുവിശേഷം വന്നെത്തിയിട്ടുണ്ട്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ஆண்டவர் இயேசு கிறிஸ்து வசனத்தை அனுப்பின நோக்கம் இந்த நாட்களில் நிறைவேற்றியே ஆகணும். കർത്താവായ യേശു ഈ വചനത്തെ അയച്ചതിന്റെ ഉദ്ദേശത്തെ ഈ ദിവസങ്ങളിൽ പൂർത്തീകരിച്ചേ മതിയാകയുള്ളൂ. ഹല്ലേലൂയ. கர்த்தர் அழைக்கிறார், இணைந்து செயல்படவா. കർത്താവ് നമ്മെ വിളിക്കുന്നു, നീ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വരിക. ദർശനത്തിற்காக இணைந்து நிற்கவா. ദർശനത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ വാ. அழைப்பை நிறைவேற்ற இணைந்து நிற்கவா. ദൈവിക വിളിയെ നിറവേറ്റുവാൻ ചേർന്ന് നിൽക്കാൻ വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അന്തിക്രിസ്തുവിനുடைய ആവിയെ നമ്മുടെ എല്ലയ്ക്കുൾ செயல்படாமல் ചെയ്യാം. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ അതിരുകൾക്കകത്ത് കയറ്റാൻ അനുവദിക്കാതെ നിൽക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടണം. ആമേൻ சொல்லுங்க. ഒരാമേൻ പറഞ്ഞാട്ടെ. சத்தமா சொல்லுங்க. സ്വന്തമായി പറയാം. எத்தனை பேர் இன்றைக்கு ராத்திரி நம்மோடு தெய்வம் பேசுகிறார் என்று உணர்கிறீர்கள்? എത്ര പേര് ഇന്ന് രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു എന്ന് എത്ര പേരാണ് ഉണരുന്നത്? ആമേൻ. ആമേൻ. அப்ப பிரிவினையை விரும்புகிறவன் അന്തിക്രിസ്തുവിൻ ആവി എന്ന് சொல்லுகிறார். അപ്പോൾ ഭിന്നതയെ ആഗ്രഹിക്കുന്നവൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവനാണ് എന്ന് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. 22 വചനത്തെ ഒന്ന് பாருங்க. 22ാമത്തെ വചനത്തെ ഒന്ന് നോക്കുക. യേശുவை கிறிஸ்து அல்ல என்று മറുതലിக்கிறവനെ അല്ലാமல் വേറെ യാർ പൊയ്യൻ? യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആകാകുന്നു. പിതാവെയും കുമാരനെയും മറുതലിக்கிறവനേ അന്തിക്രിസ്തു. പുത്രനെയും പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. ഇത് மட்டும் சொல்லிட்டு முடிச்சிരുന്നേ. ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മാമേ ഒത്തുപോവதை വിരുമ്പാതവൻ അന്തിക്രിസ്തു. ഒന്ന്, ഒരുമിച്ച് ചേർന്ന് പോകാൻ താല്പര്യപ്പെടാത്തവർ എതിർ ക്രിസ്തു. ഐക്യത്തെ വിരുമ്പാതവൻ അന്തിക്രിസ്തു. ഐക്യതയെ ആഗ്രഹിക്കാത്തവർ എതിർ ക്രിസ്തു. ആമേൻ. ആമേൻ. ദൈവത്തിട്ടത്തെ എതിർக்கிறവൻ അന്തിക്രിസ്തു. ദൈവത്തിന്റെ പദ്ധതിയെ എതിർത്ത് നിൽക്കുന്നവർ എതിർ ക്രിസ്തു. പിരിந்து പോകുന്നവർ അന്തിക്രിസ്തു. ആമേൻ. കൂടെ നിന്നിട്ട് ഉപേക്ഷിച്ചിട്ട് വിട്ടിട്ട് പോകുന്നവർ എതിർ ക്രിസ്തു. അപ്പൊ നിങ്ങൾ കേൾക്കണം, പാസ്റ്റർ പിരിയപ്പെടാതെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, പാസ്റ്റർ അങ്ങനെയെങ്കിൽ വിട്ട് മാറിപ്പോയിക്കൂടെയോ? പോകാം. அதுக்கு ஒரு வழிமுறை இருக்கு. അതിനൊരു വഴിയുണ്ട്. என்ன தெரியுமா? എന്തെന്നറിയാമോ? உன்னை நடத்துகிறவனிடத்தில் வந்து, നിന്നെ നടത്തുന്ന വ്യക്തിയുടെ അടുക്കൽ വന്ന് உன் தரிசனத்தை சொல்லி, നിന്റെ ദർശനത്തെ പറഞ്ഞ് ஆண்டவர் என்னை ஊழியத்திற்கு அழைக்கிறார், കർത്താവിനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്, எனக்காக ஜெபம் பண்ணணும், എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. அவன் മുന്നാல മുഴങ്കാൽ പടി, അദ്ദേഹത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി உன்னுடைய தரிசனத்தை நிறைவேற்ற ஜெபித்து, നിങ്ങളുടെ ദർശനത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി താൻ കൈവച്ച് പ്രാർത്ഥിച്ച്, എന്നെ വിട വയസ്സ് കുറവാ ഇருக்கு ഇവർക്ക്, ഒരുപക്ഷെ എന്നെക്കാൾ അദ്ദേഹത്തിന്റെ വയസ്സ് കുറവായിരിക്കാം, അതല്ല പ്രശ്നം, അതല്ല ഇവിടത്തെ വിഷയം. എന്നെ നടത്തുവதற்கு ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു പാത്രം, എന്നെ നടത്തുവാൻ വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമാണ്. അവൻ തന്നുடைய കരത്തെ എൻ തലയിൽ வைத்து, അദ്ദേഹത്തിന്റെ കൈയെടുത്ത് എന്റെ തലയിൽ വെച്ച്, അവൻ എൻ ദർശനം നിറവേറ ജപിച്ചു എന്നെ അനുപ്പുവാനേ ആനാൽ അങ്ങ് വെളിപ്പെടുന്നത് ക്രിസ്തുവിൻ ആവി. എന്റെ ദർശനത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നെ അയക്കുമെങ്കിൽ അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ஆனால் என்னால் இதை செய்ய முடியவில்லை என்றால், എന്നാൽ ഇതിനെ ചെയ്യുവാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ, என்னிடத்தில் இருப்பது பரிசுத்த ஆவியானவராய் இருக்க வாய்ப்பு இல்லை. എന്റെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവായിരിക്കാൻ സാധ്യതയില്ല. കാരണം ആമേൻ, അന്തിക്രിസ്തുവിൻ ആവി പിരിഞ്ഞു പോകും. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ശരിയായ നിലവാരമില്ലാതെ പിരിഞ്ഞു പോകാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. இதுதான் உண்மை. ഇതാണ് യാഥാർത്ഥ്യം.
என்னை நடத்துகிறவன் என் ஆத்துமாவுக்காய் உத்தரவாதம் பண்ணுகிறான். എന്നെ നടത്തുന്നവർ എന്റെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്നവരാണ്. நான் சொல்றது எத்தனை பேருக்கு ഞാൻ புரியுது? പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. அப்ப இன்னொரு காரியம் கூட മനസ്സിലാവണം. അപ്പൊ ഇനിയൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. உங்க சபையில ஒரு பிள்ளை இப்படி தரிசனத்தோட வருമ്പോ മനസാര ജോം பண்ணக்குள்ள മനസ്സ് നമുക്കും വേണം. നിങ്ങളുടെ സഭയിൽ ഇതുപോലെ ദർശനത്തോടെ ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ ഹൃദയംഗമായി അവരെ പ്രാർത്ഥിച്ചു വിടാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഇവൻ പോന മാസം താര 2000 രൂപ പോകുമെന്ന് നിലയ്ക്കപ്പെടാതെ, ഇവൻ പോയി കഴിഞ്ഞാൽ മാസം തോറും കിട്ടുന്ന 2000 പോകും എന്ന് ചിന്തിച്ച് നമ്മൾ ഇരിക്കരുത്. ആമേൻ. ഇരുവർ ഇണൈந்து பயணிப்பதை விட ഇരുവരും ആമേൻ ഇണൈந்து വെവ്വേറെ ഇടത്തിൽ ഒരേ ദർശനത്തെ നിറവേറ്റുന്നത്. ഒരുപക്ഷേ ഈ രണ്ടുപേർ ചേർന്ന് ഒരിടത്തിൽ ഇരിക്കുന്നതിനേക്കാൾ രണ്ടുപേർ ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവോടെ രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അധികം പ്രയോജനം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ദേവ മനുഷ്യനാകിയ മോശയ്ക്കുള്ള ഒരു അഭിഷേകം, ദൈവത്തിന്റെ മനുഷ്യനായ മോശയുടെ ഉള്ളിൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. அந்த അഭിഷേകത്തെ 70 പേർക്കുள் കർത്തർ ആ അഭിഷേകത്തെ 70 പേർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ ദൈവാത്മാവ് ഇടപെട്ടു. நான் ஒரு நாள் பரிசுத்தாவியானவர்ட்ட கேட்டேன், ஆண்டவரே இது ஏன்? ഞാൻ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവോട് ചോദിച്ചു, കർത്താവേ ഇത് എന്തുകൊണ്ടാണ്? ആളുക്ക് ആളാ നീർ അനൈൻഡിങ് பண்ணிட்டு போயிருக்கேன். ഓരോ ആൾക്കാരെ വീതമായിട്ട് അങ്ങേക്ക് വേണമെങ്കിൽ അഭിഷേകിക്കാമായിരുന്നല്ലോ. அது என்ன தெரியுமா? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് എന്തെന്നറിയാമോ? ஆமே தோத்திரம். இங்கே ஒரே அபிஷேகம் தான் எல்லார்கிட்டயும் இருக்கு. ഒരേ അഭിഷേകം തന്നെയാണ് എല്ലാവരുടെ മേൽ ഇരിക്കുന്നത്. ഒരേ ദർശനം தான் எல்லார்கிட்டயும். ഒരേ ദർശനമാണ് എല്ലാവരിലും ഇരിക്കുന്നത്. ഒരുവേള ഇവൻ சொன்னா കേൾക്കാമ പോനാ, ഒരു പക്ഷേ ഒരുത്തൻ ആമേൻ പറഞ്ഞാൽ കേൾക്കാതെ പോയാൽ, ദർശനത്തെ വിട്ടു പോനാ, ദർശനത്തെ വിട്ടുപോയാൽ, ആമേൻ சரியான அந்த கைடன்ஸ் இல்லாம அவன் போனா, ശരിയായ ഗൈഡൻസ് ഇല്ലാതെ പോയാൽ അവൻ மட்டும்தான் പോവാൻ. തന്റെ അഭിഷേകം എല്ലയെ വിട്ട് താണ്ടാതെ. ആമേൻ അവൻ മാത്രമേ പോകൂ. തന്ന അഭിഷേകം അവിടെ തന്നെ നിൽക്കും. என்னுடைய தரிசனத்தின் எல்கையில மட்டும்தான் என் அபிஷேகம். എന്റെ ദർശനത്തിന്റെ അതിരുകൾക്കകത്താണ് ഈ അഭിഷേകം നിൽക്കുന്നത്. ആള് നോട്ട് റീച്ചബിൾ, ആന അഭിഷേകം നോട്ട് റീച്ചബിൾ അല്ല. ആമേൻ. ആ ആളാണ് നോട്ട് റീച്ചബിൾ, അഭിഷേകം നോട്ട് റീച്ചബിൾ അല്ല. அதனாலே இங்க இருக்கும்பம் பயன்பட்ட பலரும் നോട്ട് റീച്ചല്ല പോയി നാശമാ പോறது. അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗപ്പെടേണ്ട പലരും ആമേൻ പരിധി വിട്ട് പോയി നിൽക്കുന്നത്, ഉപയോഗപ്പെടാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അത് ഞാൻ പാലിസിയിലെ ചൊന്ന നാശമാ പോറതിന്റെ അർത്ഥം. ആമേൻ. എന്റെ പോളിസിയിൽ പറഞ്ഞാൽ അവൻ നാശമായി പോകുന്നു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ ഇരിക്കുമ്പോൾ അഭിഷേകം വെളിപ്പെടുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ശുശ്രൂഷ വെളിപ്പെടുന്നു. അപ്പൊ ഉടനെ ചിന്തിക്കുകയാണ് ഞാൻ വലിയ ആളായി മാറി. അഭിഷേകവും ദർശനവും അழைപ്പും ഉണ്ട്, അഭിഷേകവും ദർശനവും വിളിയുമുണ്ട്. എന്നാൽ ഒരു കാര്യം, ഇത് അഭിഷേകം അழைപ്പെല്ലാം ഒന്നുതാ. ഈ അഭിഷേകവും വിളിയും ദർശനവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഉപയോഗപ്പെടുത്തുന്നു, ഞാൻ പോകുന്നു. ഇന്നലെ മറ്റൊരു ദൈവദാസൻ ഇവിടെ നിന്നു, അവരെ ദൈവം ഉപയോഗിച്ചു, അദ്ദേഹം പോയി. അതിന് മുൻപിലത്തെ ദിവസം ഇനിയൊരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പോയി. ആമേൻ. ഇവിടെ പ്രസംഗിച്ച സ്പെഷ്യൽ പ്രസംഗകരെല്ലാം പോയി. എന്നാൽ നിർത്തുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇതുവരെ പോയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ആദ്യത്തെ ദിവസം ഇവിടെ നിന്ന് ദൈവദാസനെ ഉപയോഗപ്പെടുത്തിയ ദൈവം ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ദിവസം ഇവിടെ നിന്ന് ദൈവദാസനെ ഉപയോഗിച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. ആമേൻ. ആൾക്കാർ വേറെ, അഭിഷേകം ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ശുശ്രൂഷയുടെ പരിധി വിട്ട് ഈ അഭിഷേകം വരികയില്ല. അങ്ങനെ വരണമെങ്കിൽ യേശു കർത്താവ് എന്ന് പറയുന്ന കുഞ്ഞിനെ തേടി കുറച്ച് ശാസ്ത്രിമാർ വന്നു. അവര് മരുഭൂമിയിൽ കൂടെ നടന്നു വന്നപ്പോൾ അവിടെ മുകളിൽ അവിടെ നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ് വന്നത്. ഇപ്പോ ഇതാ വലിയൊരു കൊട്ടാരത്തെ അവിടെ കണ്ണുകളിൽ കണ്ടു. ഞങ്ങളുടെ സ്ഥലത്ത് നാഗർകോവിലിന് സമീപമുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് കൊട്ടാരം. അവിടെ ഒരു കൊട്ടാരത്തെ അവിടെ കണ്ണുകൾക്ക് കണ്ടു. പലർക്കും കൊട്ടാരം കണ്ടപ്പോ നക്ഷത്രത്തെ ഇനി വേണ്ടാന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഓലക്കുടിലിൽ താമസിച്ചിരുന്നപ്പോൾ, ഓലയുള്ള മേൽക്കൂരയിട്ട വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എല്ലാ യോഗത്തിനും കൃത്യമായി വന്നു.
ഓഫീസുക്ക് പോനപ്പോ എല്ലാ കൂട്ടവും ഉണ്ടായിരുന്നു. കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയിരുന്നപ്പോൾ എല്ലാ യോഗത്തിനും വന്നു. ഇപ്പൊ അണ്ടി ഓഫീസിലെ മാനേജർ അപ്പം ഭയങ്കര ബിസിയാ. ഇപ്പൊ ആമൻ കശുവണ്ടി ഫാക്ടറിയിൽ മാനേജർ ആയപ്പോ ഭയങ്കര ബിസിയായി മാറി. ഫീസൂരുവേക്ക് സമയാച്ചൻ കർത്താവ് നിന്റെ ഫീസൂരാൻ സമയമായെന്ന് നീ തിരിച്ചറിയണം. നാം ആണ്ടവർ എന്നെ കൊണ്ടുവന്ന ചൊല്ല വേണ്ടിയதை சொல்லாம വിടവേ മാട്ടാറോ. കർത്താവ് എന്നെ കൊണ്ടുവന്നാൽ ദൈവം പറയാൻ പറഞ്ഞ കാര്യം പറയാതെ ഞാൻ അവിടെ നിന്ന് പോകത്തില്ല. ഹല്ലേലൂയ. അവർ കാണിക്ക തരാട്ടാലും പറഞ്ഞില്ല, ചോറ് തരാട്ടാലും പറഞ്ഞില്ല, നമുക്കത് മാറ്റർ കിടயாது. അദ്ദേഹം കാണിക്കുക ചോറ് തന്നില്ലെങ്കിൽ വിഷയമില്ല, അതൊരു മാറ്ററുമല്ല. ആമേൻ. ഇപ്പൊ തോട്ട്സ് ഇങ്ങ ഇരുന്നല്ല ഇങ്ങ ഉണ്ടാക്കും വരുത്. ഇപ്പൊ തോട്ട്സ് ഇവിടെ നിന്നല്ല അവിടെ നിന്നാണ് വരുന്നത്. അടുത്ത രാത്രി കൂട്ടത്തുക്ക് അത്തനെ പേരെയും കാണണം. ആമേൻ. അടുത്ത സഭകളിൽ നടക്കുന്ന രാത്രി യോഗങ്ങളിൽ സകല വിശ്വാസികളും ഉണ്ടാകണം. കൂട്ടത്തുക്ക് അത്തനെ പേരെയും കാണണം. ഉപവാസ ആരാധനകളിൽ സകലരും ഉണ്ടാകണം. കാരണം എന്ത്? അന്നക്കിരുന്ന പേരിருக்கு, അന്നക്കിരുന്ന അനുഭവം ഇല്ല. അന്നിരിക്കുന്ന പേര് നിനക്കുണ്ട്, പക്ഷെ അന്നത്തെ അനുഭവം നിനക്കില്ല. അരൺമനയെ പാത്തപ്പോ നക്ഷത്രം മറന്നു. കൊട്ടാരത്തെ കണ്ടപ്പോൾ നക്ഷത്രത്തെ മറന്നു. വളരെ വേഗത്തിൽ ഇതാ നടന്ന് കൊട്ടാരത്തിനകത്തേക്ക് കയറുകയാണ്. എന്നാൽ നക്ഷത്രം പിന്നാലെ പോവില്ലേ? നക്ഷത്രത്തെ കാണാൻ കഴിയുന്നില്ല. അത് എങ്ക നീ വിട്ടിട്ട് പോനിയോ അങ്ങ നിക്കും. നക്ഷത്രം നീ എവിടെ വിട്ടിട്ട് പോയോ അവിടെ നക്ഷത്രം നിൽക്കുകയാണ്. ഒന്ന് പുറമെ പോണ. ആമേൻ. ഒന്ന് പുറകിലോട്ട് നീ ഒന്ന് ചിന്തിക്കണം. കുറച്ച് പുറകിലോട്ട് പോകണം. നക്ഷത്രം വിട്ട് 5-6 നാളായി. നക്ഷത്രത്തെ വിട്ടിട്ട് 5-6 നാളായി. ആമേ തോത്തരം എനിക്കിപ്പോ പേരും വരെയല്ലേ. കൊട്ടാരം കൊട്ടാരത്തിലെ നിൽക്കതോ കൊല്ലത്തിലെ നിൽക്കതോ തെരിയില്ല. ഇനി നക്ഷത്രത്തെ വിട്ട എടുത്ത് തേടി തേടി പിടിക്കാം. നക്ഷത്രം കൊട്ടാരത്തിന്റെ അടുക്കലാണോ അങ്ങ് കൊല്ലത്താണോ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നക്ഷത്രത്തെ എവിടെ വിട്ടോ അവിടത്തേക്ക് നീ തിരികെ കടന്നു പോകേണ്ടിയിരിക്കുകയാണ്. അന്നുള്ള അന്യഭാഷ ഉണ്ട്. എന്നാൽ അന്നത്തെ അന്യഭാഷ ഇന്നും ഉണ്ട്. ഒരു മാറ്റമില്ല, ഒരു കൈയടിക്കും വ്യത്യാസമില്ല. കീബോർഡ് സൗണ്ട് തീരുമ്പോ എന്നാ എപ്പോ കീബോർഡിന്റെ ശബ്ദം തീരുവോ അപ്പൊ തീരും ഈ കൈയടി. പലർക്കും കീബോർഡ് പുറമേയാക്കും കിടക്ക് ഫിറ്റ് പണി വെച്ചിരിക്കുകയോ. ഇപ്പൊ പലരുടെയും പുറകിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കീബോർഡിന്റെ ശബ്ദം. പാസ്റ്റർ സൗണ്ട് നിർത്തുന്ന പലരുടെ സൗണ്ട് നിൽക്കും. പാസ്റ്ററിന്റെ ശബ്ദം നിന്നാൽ പലരുടെ ശബ്ദം നിൽക്കും. കാരണം ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. കാരണം ദൈവമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല. അതുകൊണ്ട് കാരണം എന്ത്? ഞാൻ ഇപ്പോ കശുവണ്ടി ഫാക്ടറിയിലെ മാനേജറാണ്. മാനേജറായപ്പോ ഇവിടുത്തെ കാര്യം ഡാമേജ് ആയി മാറി. അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഞാൻ മടങ്ങി വരണോ. ഹല്ലേലൂയ. അന്നക്ക് അരമണി നേരം ജപിക്കുന്നത് ഒരു വിഷയമല്ല. അന്ന് അരമണിക്കൂർ നേരം പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു വിഷയമായിരുന്നില്ല. അന്നക്ക് വിടുതല എടുക്കാമെന്ന് എളുമ്പല്ലേ. അന്നത്തേക്ക് ഒരു വിടുതൽ, അന്നാണെങ്കിൽ ഒരു വിടുതൽ കാണാതെ ഞാൻ പ്രാർത്ഥന വിട്ട് എഴുന്നേൽക്കത്തില്ല. ഇന്നക്ക് ഒരു പ്രസംഗം മുടിയേക്കും 16 തടവ മണിവാക്കനെ. ഇന്നൊരു മെസ്സേജ് തീരുന്നതിന് മുൻപ് 16 പ്രാവശ്യം വാച്ച് നോക്കുന്നു. കാരണം എന്തെന്നറിയാമോ? നിനക്ക് ഈ വാച്ച് വാങ്ങി തന്നതാണ് തെറ്റ്. കൈകളെ ഉയർത്തി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നേക്ക് രാത്രി இந்த മൈതാനത്തിലെ കർത്തരുടെ മഹിമ കടന്നു വരാൻ പോകുന്നു. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ നടുവിൽ ചലിക്കുവാൻ പോകുന്നു. ആവിയാനവർ മിക തെളിവായി சொல்லுகிறார். പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. இந்த வருஷத்தை முடித்து அப்பாவின் வருகை தாமதிக்குமானால் புது வருஷத்திற்குள் செல்லும் பொழுது, ഈ വർഷത്തെ നിങ്ങൾ അവസാനിപ്പിച്ച് കർത്താവിന്റെ വരവ് താമസിച്ചാൽ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ പഴയ അനുഭവത്തിലല്ല ഒരു പുതിയ അനുഭവത്തിற்குள்ளே കർത്തർ അழைத்து നിങ്ങളുടെ പഴമയായ അനുഭവത്തിൽ കൂടെ അല്ല, ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആരാണ് എതിർ ക്രിസ്തു? 22-ാമത്തെ വാക്യത്തിൽ മറുതലിക്കുന്നവർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നിഷേധിക്കുന്നവൻ എന്ന് എഴുതിയിരിക്കുന്നു. അത് ശരിയാണോ? രണ്ടും ശരിയാണോ എന്ന് നോക്കിയാൽ ആമേൻ. not എതിർത്തിருக்க. நான் நேரமே തോത്തരം വൈറ്റ് ആൻഡ് വൈറ്റ് താൻ പോടുവെന്ന് തീരുമാനം. ഞാൻ നേരത്തെ വെള്ളയും വെള്ളയും മാത്രമേ ധരിക്കൂ എന്നാണ് ഒരു തീരുമാനം. ഇപ്പം പലരും എന്നെ കൊഞ്ചം സ്റ്റാൻഡേർഡ് ആയി. ഇപ്പൊ ഞാൻ അല്പം സ്റ്റാൻഡേർഡ് ആയി. அதனால நமக்கு இனி கருப்பும் வெள்ளையும் மாற்றினாலோ அப்படின்னு ஒரு 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 எண்ணம். അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് കറുപ്പും വെള്ളയാക്കിയാലോ എന്നൊരു ചിന്ത ഉള്ളിൽ. നേരമേ അത് ഒരു പ്രതിഷ്ഠ. നേരത്തെ ആണെങ്കിൽ വെള്ളയും വെള്ളയും തന്നെ ധരിക്കും എന്നുള്ളത് ഒരു പ്രതിഷ്ഠ, ഒരു തീരുമാനം. ആരാധനയ്ക്ക് പോവെങ്കിற ഒരു തീരുമാനം. എല്ലാ ആരാധനയ്ക്കും ഞാൻ കൃത്യമായിട്ട് പോകും എന്നതൊരു തീരുമാനമാണ്. അന്നക്ക് ഞാൻ ചെയ്തത് ഇന്നക്ക് എന്നാലെ ചെയ്യുന്ന എൻ മനം മറക്കുത്. അന്ന് ഞാൻ ചെയ്തതിനെ ഇന്ന് ചെയ്യുവാൻ എന്റെ മനസ്സ് താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നുடைய കാലത്തിലെ
நான் விசுவாசத்திற்கு வேண்டி எதையும் தியாகம் செய்தேன். എന്റെ കാലത്ത് ഞാൻ വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ചു. ஆமென். ആമേൻ. ஆமென். பாரம்பரியத்தை விட்டு வெளியே வந்தேன். ഞാൻ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വന്നു. உலகத்தை விட்டு வெளியே வந்தேன். ലോകത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ஆமென். வெளிப்படையான சில ரூபங்களை மாற்றினேன். പുറമേയുള്ള എന്റെ വേഷവിധാനങ്ങൾക്കൊരു മാറ്റമുണ്ടായി. ஆனா நான் மாற்றினதை இன்னைக்கு எனக்கு பிள்ளைக்கு போட்டு கொடுக்கேன். എന്നാൽ ഞാൻ എന്താണോ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയത് അതിന്ന് ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ ധരിപ്പിക്കുകയാണ്. അതാക്കും മറുതലിക്കുന്ന ആവി. അതാണ് അനുസരണക്കേടിന്റെ അല്ലെങ്കിൽ നിഷേധിക്കുന്ന ആത്മാവ്. ഇത് உங்களுக்கு புரியுற மாதிரி சொல்லுங்க. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒന്ന് പറയാം. ആണ്ടവർ അബ്രഹാമെ കർത്തരവൻ ദേശത്തെ വിട്ട് വെളിയെ കൊണ്ടുവന്നു. ദൈവം അബ്രഹാമിനെ തന്റെ ദേശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ പയ്യൻ വളർന്നാச்சு. ഇപ്പോ മകൻ വളർന്നു. പയ്യനുക്ക് പൊണ്ണു പാക്കണം. ഈ മകന് ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിക്കണം. അപ്പ ചൊല്ലുകാർ എൻ പിള്ള നാം വിട്ടു വന്ന ദേശത്തേക്ക് എൻ പിള്ളയെ കൂട്ടിയിട്ട് പോകും. അബ്രഹാം പറയുകയാണ്, ഞാൻ വിട്ടിട്ട് വന്ന ദേശത്തിലേക്ക് എന്റെ മകൻ എന്നെ കൊണ്ടുപോകാൻ ഇടയാകരുത്. അവനെ കൂട്ടിയിട്ട് അവനെ കൊണ്ടുപോകരുത്. വേലക്കാരന്റെ ചൊല്ലുക. സ്തോത്രം. എന്റെ ബാല്യക്കാരനോട് പറയുകയാണ്, ഞാൻ വിട്ടിട്ട് വന്ന ദേശത്തേക്ക് എന്റെ മോനെ കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എന്നുடைய തീരുമാനത്തിൽ എനിക്ക് മക്കളും നിൽക്കണം. എന്റെ തീരുമാനത്തിനകത്ത് ഞാൻ ദേശം വിട്ടു, എന്റെ തീരുമാനത്തിനകത്ത് എന്റെ മകനും നിൽക്കണം. എന്ന അழைപ്പില് നാം വന്നനോ അതേ അழைപ്പില് എൻ മക്കൾ നിൽക്കണം. ഏത് വിളി പ്രകാരം ഞാൻ വന്നുവോ അതേ വിളിക്കകത്ത് എന്റെ മക്കൾ നിൽക്കണം. ഞാൻ എന്ത് വിശ്വാസത്തിൽ നിന്നനോ അതേ വിശ്വാസത്തിൽ എൻ മക്കളെ വളർത്തണം. ഞാൻ ഏത് വിശ്വാസത്തിൽ നിന്നുവോ അതേ വിശ്വാസത്തിൽ എന്റെ തലമുറകൾ വളരണം. എന്നാൽ എന്റെ വിശ്വാസത്തിൽ എന്റെ മക്കളെന്നില്ല. അന്നയ്ക്ക് ഞാൻ എതിലെ തീവ്രമായി ഇരുന്നനോ അതിലെ ഇന്നയ്ക്ക് ഞാൻ തീവ്രമായില്ലേ. അന്ന് ഞാൻ ഏത് വിഷയത്തിൽ തീവ്രമായി നിന്നുവോ ഇന്ന് ആ വിഷയത്തിൽ തീവ്രമായി നിൽക്കുന്നില്ല. കാരണം എന്ത്? എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ നിഷേധ ആ ചിന്ത ഉള്ളവനായി അനുസരണക്കേടുള്ളവനായി മാറ്റപ്പെട്ടു. അന്നത്തുള്ള വേഗം എനിക്കിന്നില്ല. അന്നുണ്ടായിരുന്ന ദർശനം എനിക്കില്ല. അന്നുണ്ടായിരുന്ന ഒരു വൈരാഗ്യമായ ജീവിത അനുഭവങ്ങൾ എനിക്കിന്നില്ല. അന്നയ്ക്ക് കിടച്ചേ ആവണം. അന്ന് എന്ത് വന്നാലും എനിക്കിത് ലഭിച്ചു തന്നെ ആകണം. ഇന്ന് അങ്ങനെയല്ല, കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ കൊള്ളാം. അന്നിരുന്ന വേഗത ഇന്ന് നമുക്കില്ല. അതിന്റെ കാരണം എന്താണ്? സഭയ്ക്ക് ഒരേ നമ്പിക്ക ദൈവം. അന്ന് ദൈവസഭയ്ക്ക് ഒരേ ഒരു വിശ്വാസം, പ്രത്യാശ ദൈവത്തിലുള്ളത് മാത്രമാണ്. ഇന്ന് ലോകത്തിൽ നിന്നും കുറച്ച് നന്മകൾ ലഭിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ആമേൻ, ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ തയ്യാറാകാതെ നിൽക്കുന്നവൻ എതിർ ക്രിസ്തു. ഞാൻ എടുത്ത തീരുമാനത്തിനകത്ത് നിലനിൽക്കാത്തവൻ അന്തിക്രിസ്തു. ആമേൻ. തമിഴ് ബൈബിൾ ചൊല്ലു. എപ്പോഴും തെറ്റിപ്പോകുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. വീണു പോകുന്നവർ എന്ന്. അതെങ്ങനെയെന്ന് പറയാം. ഇപ്പൊ ചെങ്കടലിന്റെ അടുക്കൽ വന്നു, ദൈവമേ എന്ന് വിളിച്ചു. ഉടനെ ചെങ്കടൽ വിഭാഗിച്ചു, അപ്പുറത്ത് പോയി. രാജാവേ, ദൈവമേ, നീ എത്ര നന്മ ചെയ്തു, നീ നല്ലവനെന്ന് പറഞ്ഞ പാട്ട് പാടി. 3 ദിവസമായി. ആമേൻ. പൈപ്പിൽ നോക്കിയപ്പോ വെള്ളമില്ല. 3 ദിവസം ആയതേ ഉള്ളൂ ചെങ്കടൽ കിടന്നിട്ട് പൈപ്പിൽ വെള്ളമില്ല. ആട്ടുകുട്ടിക്കും തണ്ണിയില്ല, മാട്ടുകുട്ടിക്കും തണ്ണിയില്ല. അപ്പൊ അവിടെ ആടുകൾക്കും വെള്ളമില്ല, മാടുകൾക്കും വെള്ളമില്ല. ഇപ്പൊ ഉടനെ നേരെ തിരിഞ്ഞു ചോദിക്കുന്നു, എന്തിന് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു? 3 നാളേക്ക് മുന്നേ ഇല്ല നീ ഭയങ്കര ഒരു പാട്ട് പാടും. 3 ദിവസത്തിന് മുമ്പേ അല്ലേ നീ തകർത്ത് തരിപ്പണമാക്കി ഒരു പാട്ട് പാടിയത്? 3 നാളേക്കുള്ള എന്നെ കൊണ്ടുവന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു നീ ചോദിക്കുന്നു. പാറയിലടിച്ചപ്പോ തണ്ണിയായിരുന്നു. ഇതാ പാറയിലടിച്ചപ്പോ വെള്ളം വന്നു. ഉടനെ പറഞ്ഞു, എന്റെ ദൈവം വലിയവൻ. ഹല്ലേലൂയ. വീണ്ടും 2 ദിവസം കഴിഞ്ഞു. അടുത്ത നാൾ കൊഞ്ചം പോകുമ്പോ ഭയങ്കര ചൂട് കൂടും. അടുത്തതാ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടാണ്. ഒരു ചിന്ന പ്രശ്നം, അവിടെ ചെറിയൊരു പ്രശ്നം. ഉടനെ മര്യാദക്ക് ഞങ്ങളെ കിടന്നിരുപ്പ. മോശയോട് ഉടനെ തിരിഞ്ഞു പറഞ്ഞു, മര്യാദക്ക് ഞങ്ങൾ അവിടെ കിടക്കുമായിരുന്നു. ദർശനം എന്ന് പറഞ്ഞ് നീയാണ് വിളിച്ചിറക്കി കൊണ്ടുവന്ന് നടുത്തെരുവിൽ ഇപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഞായറാഴ്ച ഭയങ്കര പാട്ട്. തിങ്കളും ചൊവ്വായും കൊണ്ട് മുറുമുറുപ്പ്. തിങ്കളും ചൊവ്വ
ചൊവ്വയും മുറുമുറുപ്പ്. புதன்கிழமை பின்னியும் பாட்டு, ബുധനാഴ്ച ഭയങ്കര പിന്നും പാട്ട്. പിന്നെ വെള്ളിക്കിഴமை சனிக்கிழமை ஒரு காத்திருப்பு கூட்டம், വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഒരു കാത്തിരിപ്പ് യോഗം. ஞாயிற்று வெள்ளிக்கிழமை வந்தவர் தலையில கை வச்சு 2 அந்நிய வாசை. വെള്ളിയാഴ്ച വന്നപ്പോ തലയിൽ കൈവച്ച് 2 അന്യഭാഷ. വന്നവർ വന്ന ദൈവദാസൻ കർത്താവ് നിന്നെ കാണുന്നു. ഇത് മറ്റുമല്ല, ചെവ്വാഴ്ച നീ മുറുമുറുത്തതെയും ദൈവം കണ്ടാർ. ഇത് മാത്രമല്ല, നീ ചൊവ്വാഴ്ച മുറുമുറുത്തതിനെ എന്റെ ദൈവം കണ്ടു. നീ മുറുമുറുത്തതെയും കാണുന്നു. നീ പിറുപിറുത്തതും മുറുമുറുത്തതും ഈ ദൈവം കാണുന്നു. അതാണ് ദൈവം പറഞ്ഞത്. ഞായറാഴ്ച നീ ഇരിക്കുന്നത് പോലെ വീട്ടിൽ ചൊവ്വാഴ്ച നീ അതുപോലെ ഇരിക്കണം. ബുധനാഴ്ച നീ സഭയിൽ വന്നാൽ അതുപോലെ ഇരിക്കണം. മരണപര്യന്തം ദൈവത്തിക്ക് മുന്നാലെ മരണപര്യന്തം ദൈവത്തിന്റെ മുൻപാകെ നീ വിശ്വസ്തമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേക്ക് രാത്രി ആണ്ടവർ சொல்லுகிறார், ഇന്ന് രാത്രി ദൈവം പറയുന്നു, ചില ദൈവമക്കൾ എത്ര പാടുകൾ വന്ന പിന്നും എത്ര കഷ്ടത വന്ന ശേഷം എലിയാവെ പോലെ വൈരാഗ്യമായി നിന്ന உங்களுக்கு சொல்லுகிறேன், ഏലിയാവിനെ പോലെ വൈരാഗ്യത്തോടെ നിന്ന് നിങ്ങളോട് ഞാൻ പറയാം, ഉങ്ങളെ വിട്ട് വിലകുവതുമില്ല, ഉന്നെ കൈവിടുവതുമില്ല. കർത്താവ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, നിങ്ങളെ കൈവിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നോട് വന്ന പലരും വിലകി പോനാർ, നിന്നോട് വന്ന പലരും നിന്നെ വിട്ട് ഒരു അകന്നു പോകാം. ഉന്നോട് വന്ന പലരും വിശ്വാസത്തെ വിട്ട് വിലകി പോനാർ, നിങ്ങളോട് കൂടെ വന്ന പലരും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാം. ഉന്നോട് വന്ന പലരും ദൈവകൃപയെ വിട്ട് വിലകി പോനാർ, നിങ്ങളോട് കൂടെ ഇറങ്ങി തിരിച്ച പലരും ദൈവകൃപ വിട്ട് അകന്നു പോകാം. ஆனால் இன்றைக்கும் சத்தியத்திற்காக நிக்கிற உங்களை பார்த்து சொல்லுகிறேன், എന്നാൽ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആണ്ടവർ യേശു சொன்னார், കർത്താവ് പറഞ്ഞു, இதோ சீக்கிரமாய் வருகிறேன், ഞാനിതാ വേഗം വരുന്നു, അവനവനുக்குரிய ഫലം നാം എന്നോട് കൂടെ വരുന്നു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുക്കുവാൻ എന്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ആമേൻ, ആമേൻ. നിലനിന്നവനുക്ക് അതற்குரிய ഫലം, നിലനിന്നവന് അതിനേറ്റ പ്രതിഫലം, ജപിത്തവനുക്ക് അതற்குரிய ഫലം, പ്രാർത്ഥിച്ചവന് അതിനേറ്റ പ്രതിഫലം, കൊടുത്തവനുക്ക് അതற்குரிய ഫലം, ദൈവത്തിന് വേണ്ടി കൊടുത്തവൻ അതിനേറ്റ പ്രതിഫലം, തൻ പിള്ളകളെ സത്യത്തിൽ നിർത്തിയവനുക്ക് അതற்குரிய ഫലം, തന്റെ മക്കളെ സത്യത്തിൽ നിലനിർത്തിയവൻ അതിനേറ്റ ഫലം. സഭയെ വിട്ടു പോകുന്ന എவ்வளவோ സൂழ்நிலை വന്ന പിന്നും, എന്റെ സഭയെ വിട്ടു പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ വന്നപ്പോൾ എந்த സൂழ்நிலையிலும் ஊழியத்தை விட்டு போவதில்லை என்று மிருகப்பிடித்த தெய்வ பிள்ளைகளுக்கு அதற்குரிய பலன். ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവ വേല വിട്ട് അകന്നു പോകുകയില്ലെന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചു നിന്ന ദൈവജനത്തിന് അതിനേറ്റ പ്രതിഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേക്ക് രാത്രി കർത്തരുடைய മഹിമ തമ്മുடைய പിള്ളകൾ മേൽ വെളിപ്പെടും. ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വം തന്റെ മക്കളുടെ മേൽ വെളിപ്പെടുന്നു. ആമേൻ, ആമേൻ. இருக்கிற இந்த பலத்தோட போ, ഈ ഇരിക്കുന്ന നിന്റെ ദൈവിക ശക്തിയോടെ കടന്നു പോകാം. എൻ കൃപ ഉനക്ക് പോതും എന്ന് சொல்லுகிறார். എന്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറയുന്നു. സഭയിൽ അനേക അന്തിക്രിസ്തുക്കൾ இருக்கிறார்கள், ദൈവ സഭയ്ക്കകത്ത് അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേൽക്കുന്നുണ്ട്. ஆனால் ஆண்டவர் சொல்லுகிறார், എന്നാൽ കർത്താവ് പറയുന്നു, இந்த சூழ்நிலையிலும் எனக்காக வாழ்கிற சிலரை வைத்திருக்கிறேன். ഈ സാഹചര്യത്തിലും എനിക്ക് വേണ്ടി ജീവിക്കുന്ന ചിലരെ ഉണ്ട്. ആമേൻ, ആമേൻ. എലിയ சொல்லுகிறார், എലിയ പറയുന്നു, ഞാൻ மட்டும்தான் இருக்கேன், ഞാൻ മാത്രമേ നിനക്ക് വേണ്ടിയുള്ളൂ, மத்தவன் எல்லாம் செத்துட்டான். ബാക്കി എല്ലാവരും അകന്നു പോയി. ஆண்டவர் சொல்லுகிறார், കർത്താവ് പറഞ്ഞു, இல்ல, ഇല്ല, സത്യത്തിക്ക് നിൽക്കുന്നവനെ നാം വച്ചിരിക്കേ, സഭയ്ക്കുള്ള സത്യത്തിന് വേണ്ടി നിൽക്കുന്ന 7000 പേരെ ഞാൻ വച്ചിരിക്കുകയാണ്. ദൈവകൃപയിൽ വച്ചിരിക്കേ, ഞാൻ ദൈവകൃപയിൽ അവരെ നിർത്തിയിട്ടുണ്ട്. ഇന്നേക്ക് രാത്രി കർത്തർ അവരെ അടയാളമിടാൻ പോകുകയാണ്. ഇന്ന് രാത്രി കർത്താവ് അവരെ അടയാളമിടാൻ പോകുകയാണ്. അഭിഷേകത്താൽ അടയാളമിടാൻ കർത്താവ് നിങ്ങളെ അഭിഷേകത്താൽ അടയാളമിടും. ദൈവകൃപയിനാൽ അടയാളമിടാൻ, ദൈവകൃപയിനാൽ ദൈവം നിങ്ങളെ അടയാളമിടും. ആണ്ടവർക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് ചൊല്ലുகிறேன், കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ശത്രുവിൻ കയ്യിലെ ആണ്ടവർ ഒരു നാളും ഉന്നെ വിട്ടുകൊടുക്ക മാട്ടാർ. ശത്രുവിന്റെ കയ്യിൽ ഒരു ദിവസവും കർത്താവ് നിന്നെ വിട്ടുകളകയില്ല. ഉൻ കുടുംബത്തെ അവർ വിട്ടുകൊടുക്ക മാട്ടാർ. നിന്റെ കുടുംബത്തെ അവൻ വിട്ടുകളകയില്ല. ഇന്നേക്ക് രാത്രിയിൽ ആണ്ടവർ சொல்லுகிறார், ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഉൻ ശിരസിലെ അഭിഷേകത്തെ വയ്പേ, നിന്റെ ശിരസിന്റെ മേൽ അഭിഷേകത്തെ ഞാൻ വയ്ക്കും. എൻ കൃപയെ വയ്പേ, എന്റെ കൃപയെ ഞാൻ നിന്റെ മേൽ പകരും. ഉന്നെ അழைத்த നോക്കത്തെ കടൈശി വരെ നിറവേറ്റും. നിന്നെ വിളിച്ച ഉദ്ദേശത്തെ അന്ത്യം വരെ ഞാൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ ഉനക്ക് சொன்னதை செய்யும் அளவும் உன்னை விட்டு விலகுவதும் இல்லை, உன்னை கைவிடும். ഞാൻ നിന്നോട് പറഞ്ഞതിനെ പൂർത്തീകരിക്കുന്നത് വരെ നിന്നെ വിട്ട് നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, നിന്നെ കൈവിടുകയുമില്ല. ஊழியத்தை விட்டு என் கிருபை விலகாது என்று നിന്റെ கர்த்தர் சொல்லுகிறார். ശുശ്രൂഷയെ വിട്ട് എന്റെ കൃപ അകന്നു പോകയില്ലെന്ന് കർത്താവ് தேவ പറയുന്നു. கிருபை விலகாது என்று சொல்லுகிறார். ദൈവത്തിന്റെ കൃപ അകന്നു പോകയില്ല. சபை மறுபடியும் ஒரு தெய்வீக ஆமீன் ஆளுகைக்குள்ளே வரப்போகிறது. ദൈവസഭ വീണ്ടും ഒരു ദൈവീക ഭരണത്തിന്റെ കീഴിൽ വരുവാൻ പോകുകയാണ്. சில ஆலயங்களுக்குள்ளே தேவ
பிரசன்னமற்று நிக்கிறத நான் பார்க்கிறேன். ചില ദൈവ സഭകൾക്കകത്ത് ദൈവ തേജസ് അകന്നു നിൽക്കുന്നത് ഞാൻ കാണുന്നു. இந்த நாட்களை தொடர்ந்து ஊழியத்தில் ஒரு மாற்றம் வரணும். ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഒരു മാറ്റം വരും. ஹல்லேலூயா. ഹല്ലേലൂയ. இந்த ஸ்தாபனத்தின் ஒவ்வொரு சபைகளுக்குள்ளேயும் ஆவியானவருடைய தலையிடுதல் உண்டாகணும். ഈ സ്ഥാപനത്തിലെ ഓരോ സഭകൾക്കകത്തും ദൈവാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകും. ஆமென். ഹല്ലേലൂയ. ஸ்தாபனத்திற்குள் ஒரு ஜெபாபிஷேகம் வெளிப்படணும்னு ஆவியானவர் சொல்லுகிறார். ഈ സ്ഥാപനത്തിനകത്ത് ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വെളിപ്പെടുമെന്ന് ஜெபம் ദൈവാത്മാവ് പറയുന്നു. தேவைப்படுகிறது என்று கர்த்தர் சொல்லுகிறார். ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ஒரு പറയുന്നു. கடமைக்குரிய பணி அல்ல, ஒரு ஜெப சக்தி தேவை என்று ஆவியானவர் சொல்லுகிறார். കടമയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമല്ല, പ്രാർത്ഥനയാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണമെന്ന് இன்றைக்கு പറയുന്നു. ராத்திரி அநேகரை ஜெப ஆவி தொடப் போகிறது. ഇന്ന് രാത്രിയിൽ അനേകരുടെ മേൽ ആ പ്രാർത്ഥനയുടെ അഭിഷേകം ഇറങ്ങുകയാണ്. கைகளை தட்டி ஆவியில் நிரம்பி கர்த்தரை ஆராதி. കരങ്ങളെ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ அந்நிய സ്തുതിച്ചു തുടങ്ങുക. ഭാഷയിൽ കർത്തரை ആരാധി. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുക. ஒரு ஜெப அபிஷேகம், ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം, ஒரு ஜெப அபிஷேகம், ഒരു പ്രാർത്ഥനയുടെ ஒரு അഭിഷേകം, ஜெப அக்கினி, ഒരു പ്രാർത്ഥനയുടെ അഗ്നി, ஒரு ஜெப அக்கினி ഒരു പ്രാർത്ഥനയുടെ അഗ്നി യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. Receive. നിങ്ങളത് പ്രാപിക്കുക. Receive. നിങ്ങളത് പ്രാപിക്കുക. Receive. നിങ്ങളത് പ്രാപിക്കുക. മൈതാനം മുഴുവനും ഒരു ജെബ ഈ അഭിഷേകം. ഗ്രൗണ്ട് മുഴുവനും ജനത്തിന്റെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വെളിപ്പെടട്ടെ. Jesus. യേശുവേ. ഉറബ ശഖറബ. റഖമന സംതുന മരിയന്തൽ കബാരി അന്തരബ. എല്ലാവരും കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. വിഗദനമ കറബല. ഓ യന്തരബ ഉദരബ ശബരി. ദിനമ ശയാലബ. ഇഖബല ഹദുനമ. மறுபடியும் எடுத்து கட்ட போகிறேன். വീണ്ടും എഴുന്നേറ്റ് നിങ്ങളെ പണിയുവാൻ പോകുകയാണ്. நான் மறுபடியும் எடுத்து கட்ட போகிறேன். വീണ്ടും ഞാൻ നിങ്ങളെ പണിയുവാൻ പോകുകയാണ്. சில சூழ்நிலைகளுக்கு மாற்றத்தை நான் கட்டளையிட ചില போகிறேன். സാഹചര്യങ്ങളെ ഞാൻ മാറ്റി മറിക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു മാറ്റം വരട്ടെ. Amen. ആമേൻ. Thank you Holy Spirit. താങ്ക് യു. നന്ദി പരിശുദ്ധാത്മാവേ. Hallelujah. ഹല്ലേലൂയ. எத்தனை பேர் இன்றைக்கு இரவிலே சொல்லுகிறீர்கள்? എത്ര പേർ ഇന്ന് രാത്രിയിൽ പറയുന്നു, இந்த கடைசி காலத்தில் ഈ അന്ത്യകാലത്ത് ஒரு கடமைக்குரிய வாழ்க்கை இல்ல ஆண்டவரே, ഒരു കടമയ്ക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, ஒரு ஜீவனுள்ள ஒரு அனுபவத்திற்கு நேரே ഒരു புறப்படும். ജീവനുള്ള അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ. இன்றைக்கு ராத்திரியில் ஆண்டவர் சொல்லுகிறார், ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, இழந்து போன சில கோடாரிகள் மறுபடியும் எடுக்கப்படுகிறது. നഷ്ടപ്പെട്ടു പോയ ചില കോടാലികൾ മടക്കി ലഭിക്കുവാൻ പോകുന്നു. இழந்த மகிமை சிலருக்கு திரும்பி வருகிறது. നഷ്ടപ്പെട്ടു പോയ മഹത്വം നിന്റെ മേൽ മടങ്ങി വരാൻ പോകുകയാണ്. இழந்து போன ஒரு ஜெப அபிஷேகம் திரும்பி வருகிறது. നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രാർത്ഥനയുടെ അഭിഷേകം മടങ്ങി വരാൻ சில പോകുകയാണ്. சூழ்நிலைகள் மாற்றம் உண்டாகிறது. നിങ്ങളുടെ മുൻപിൽ ചില സാഹചര്യങ്ങൾക്ക് മാറ്റം ദൈവം വരുത്തുന്നു. சபையை கர்த்தர் மறுபடியும் நட்சத்திரத்துக்கு கீழே கொண்டு வர போகிறார். ദൈവ സഭയെ ദൈവം വീണ്ടും നക്ഷത്രത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ சபை പോകുന്നു. பயணிக்க போகிறது. സഭ വീണ്ടും യാത്ര പുറപ്പെടുന്നു. Jesus. യേശുവേ. இபராகதா. Thank you Lord. Thank you ആമേൻ. Lord. எல்லாரும் எழும்பி நிற்க. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ஒரு கணம் நாம் கர்த்தரை மகிமைப்படுத்த போகிறோம். വീണ്ടും ഒരിക്കൽ കൂടെ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നു. பாஸ்டர்யா, இனி நீங்க பலிபீடத்தில் நிற்கும் பொழுது ஒரு மாற்றத்தை പാസ്റ്റർ, നിങ്ങൾ ഇനി പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയൊരു വ്യത്യാസം നിങ്ങൾ കാണാൻ உங்க പോകുന്നു. சபைகளின் அத்தனை பலிபீடங்களின் மேல் ஒரு மாற்றம் ഓ, வரணும். നിങ്ങളുടെ സഭയുടെ എല്ലാ പ്രസംഗ പീഠങ്ങളിലും ആമേൻ വലിയൊരു വ്യത്യാസം വരാൻ പോകുകയാണ്. ஆமென். ആമേൻ. ஒரு சாதாரணமா ஒரு கன்வென்ஷன் பிரசங்கிட்டு காணிக்க வாங்கிட்டு போறதுக்கு வந்தவன் அல்ல நான். ഒരു സാധാരണ കൺവെൻഷൻ പ്രസംഗം പ്രസംഗിച്ചിട്ട് കാണിക്ക വാങ്ങി പോകാൻ വേണ്ടി വന്നതല്ല ഞാൻ. இன்னைக்கு ராத்திரி இந்த சபைக்கு ஒரு புதிய ஆரம்பம் குறிக்கும். ഇന്ന് രാത്രിയിൽ ഒരു പുതുമയായ അനുഭവത്തെ ആരംഭം കുറിക്കണം. முடியும் பாஸ்டர். അത് സാധിക്കും പാസ്റ്റർ. கர்த்தர் உங்களை அழைத்ததற்கு ஒரு நோக்கம் உண்டு. കർത്താവ് നിങ്ങളെ വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ஆமென். ആമേൻ. ஹல்லேலூயா. ഹല്ലേലൂയ. வேதம் சொல்லுகிறது, ബൈബിൾ உன் പറയുന്നു, அறையை கட்டிக்கொள். നിന്റെ അരയെ കെട്ടുക. அறையை கட்டிக்கொள். നിന്റെ അര കെട്ടുക. எழும்பு. നീ എഴുന്നേൽക്കുക. நீ போக வேண்டிய தூரம் வெகு தூரம். നിനക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. உன்னை நான் அனுப்ப போகிறேன். നിന്നെ ഞാൻ അയക്കാൻ പോകുന്നു. சபைகளுக்குள்ளே அவர் ஆவிக்குரிய மாற்றம் வரப்போகிறது. സഭയ്ക്കകത്തളങ്ങളിൽ ആത്മീകത്തിൽ വലിയൊരു വ്യത്യാസം വരുവാൻ ആമേൻ. പോകുന്നു. ആമേൻ. உங்க ரெண்டு கைகளை ஒன்னு உயர்த்துங்க பாஸ். നിങ്ങളുടെ രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തുക. ஆண்டவரை பார்த்து சொல்லுங்க, കർത്താവിനെ നോക്കി പറയുക, ஆண்டவரே, കർത്താവേ, ஒத்து போக முடியாத ஒருவனாய் அல்ல, ഞാൻ ചേർന്ന് പോകാൻ കഴിയാത്തവനായിട്ടല്ല, விலகி போகிற ஒருவனாய் அல்ல, ഞാൻ വിട്ട് അകന്നു പോകുന്നവനായിട്ടുമല്ല, தரிசனத்தை விட்டு விலகி போகிற ஒருவனாய் அல்ல, ഞാൻ ദർശനത്തെ വിട്ട് അകന്നു പോകുന്നവനായിട്ടല്ല, என்னுடைய தீர்மானத்தை விட்டு விலகுகிற ஒருவனாய் அல்ல. എന്റെ തീരുമാനത്തിൽ നിന്ന് അകന്നു പോകുന്നവനായിട്ടുമല്ല. இன்றைக்கு ராத்திரியில் ഇന്ന് രാത്രിയിൽ என்னை
மறுபடியும் தருகிறேன். എന്നെ വീണ്ടും ഞാനിതാ തരുന്നു. ஆண்டவரே, യേശുവേ, ஆண்டவர் சொன்னார், കർത്താവ് പറഞ്ഞു, கடைசி நாட்களில் ഈ അന്ത്യകാലത്ത് மாம்சமான யாவர் மேலும் സകല ജഡത്തിന് മേലും என் ஆவியை நான் ஊற்றுவேன். എന്റെ ആത്മാവിനെ ഞാൻ പകരും. இன்னைக்கு ராத்திரி, ഇന്ന് രാത്രിയിൽ, இந்த பண்டிகையின் கடைசி நாளில் ഈ ഉത്സവത്തിന്റെ ഒടുക്കത്തെ രാത്രിയിൽ எத்தனை பேர் ஆண்டவரை பார்த்து சொல்லுவீங்க? എത്ര പേർ കർത്താവിനെ നോക്കി പറയുന്നു, ஆண்டவரே, കർത്താവേ, ஒரு புதிய அபிஷேகம், ഒരു പുതിയ അഭിഷേകം புதிய வருஷத்திற்காய், ഈ പുതിയ വർഷത്തിന് വേണ്ടി, புதிய வருஷத்திற்காய் പുതിയ വർഷത്തിലേക്ക് ஒரு புதிய அபிஷேகம். ഒരു പുതിയ അഭിഷേകം. சத்தம் உயரட்டும், ശബ്ദമുയരട്ടെ, சத்தம் ശബ്ദമുയരട്ടെ, உயரட்டும், ശബ്ദമുയർത്തി വിളിക്കുക, சத்தம் உயரட்டும், ശബ്ദമുയർത്തി പറയുക, சத்தம் உயரட்டும். ശബ്ദമുയർത്തി പറ, ஆமென், കർത്താവേ, ஆமென். പുതിയ ആണ്ടിലേക്ക് ഒരു പുതിയ இந்த അഭിഷേകം ரகரகமகമ. എന്റെ മേൽ പകരണമെന്ന് പറയുക. கேளுங்க, கேளுங்க. ഓ കേളുക, കേളുക. ഹല്ലേലൂയ. എല്ലാവരും കേളുക, കേൾക്കുക, കേളുക, കേളുക. എല്ലാവരും ചോദിക്കുക, എല്ലാവരും ശബ്ദം ചോദിക്കുക. ഉയരട്ടെ. താങ്ക് യു ജീസസ്. ஹalleluya. இழந்த கிருபைகள் வெளிப்படுகிறது. നഷ്ടപ്പെട്ടു പോയ കൃപകൾ നിങ്ങൾക്ക് മടക്കി இழந்த ലഭിക്കും. ஜெபம் வெளிப்படுது. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന മടക്കി ലഭിക്കും. ബലഹീനപ്പെട്ട ദർശനം നിങ്ങളുടെ വെളിപ്പെടുന്നു. ബലഹീനപ്പെട്ടു പോയ ദർശനം നിങ്ങൾക്ക് തിരികെ ചില ശക്തിയോടെ ചില ലഭ്യമാകുന്നു. വീടുകൾ ജപ വീടുകളായി ചില മാറുന്നു. വീടുകൾ പ്രാർത്ഥന വീടുകളായി മാറുന്നു. ചില സഭകളിൽ അത്ഭുതം ചില നടക്കണം. സഭകളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു. ഇന്നത്തെ രാത്രി യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ കൈകളെ തട്ടി കരങ്ങൾ അടിച്ച് ആണ്ടവരെ മഹിമപ്പെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. യെസ് ഹല്ലേലൂയ. ഉറമ ശംദല റിബിക്കറബ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ദുഃഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. ഓ, അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ദുഃഖവും തകർന്നു പോകും. ഓ, വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകോ അഭിഷേകോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകോ 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 പരിശുദ്ധാത്മാവിന്റെ തീ പോലെ, ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. ഓ, സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. ഓ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നസിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ദൈവപ്രസന്നമുള്ള ആത്മാക്കളെയും ബലപ്പെടുത്തിയപ്പെട്ട സ്തോത്രം. ദൈവവചനം മൂലമായിട്ട് ആണ്ടവരെ ഉയർപ്പിക്കപ്പെടുമ്പോൾ ആണ്ടവരെ പൊതുവെ ചെയ്തപ്പെടുന്ന സ്തോത്രം. രാത്രി എങ്ങൾക്ക് ആശീർവദിത്താറും ചെയ്തു കൊടുത്ത് ഒഴിയക്കാരെ ആശീർവദിയും. വന്നിരിക്കും ഞാൻ ജനങ്ങളെയും ആശീർവദിയും, കുടുംബങ്ങളെ ആശീർവദിയും, എല്ലാ പാസ്റ്റർമാരെയും ആശീർവദിയും, എല്ലാ വിശ്വാസ കുടുംബങ്ങളെ ആശീർവദിയും, ദേശത്തെ ആശീർവദിയും. രാത്രി ആശീർവദിത്താറും
യേശുവിൻ നാമത്തിൽ ജപത്തെ കേളും. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യവും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചോദ്രം ചോദ്രം ചോദ്രം.